السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര 4ാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നിലക്ക് മഹത്തായ തബാറക സൂറത്തിനോടുള്ള അദബുകൾ പാലിച്ച് സംസാരിക്കാനും അത് ഉൾക്കൊള്ളാനും ആ തബാറക സൂറത്തിൻ്റെ കാരണത്താൽ ഖബറിലെ അദാബിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനും നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ വഅളിന് ഇന്നലെയും ഇതുവരെയുള്ള ദിവസങ്ങളിലുമൊക്കെ പങ്കെടുത്തിരുന്ന തിനൂരിലെ പരവത്ത് ഇബ്രാഹിം എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നാളെ 8 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നിസ്കാരവും മറ്റും നടക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാകുന്ന സിറാജുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ അവിടുത്തെ പ്രധാന മുദരിസുമാരിൽ ഒരാളുമായ സഈദ് സഖാഫി കുരിക്കിലാട് അദ്ദേഹത്തിൻ്റെ ജാമാതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന്
ഇവിടെ നമ്മുടെ സ്റ്റേജിൽ കാണാത്തത്. അതുപോലെ പലരുമായും ഒരുപാട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും പുറത്തു തരുമാറാകട്ടെ. ഇന്നലെ നാം സംസാരിച്ച വിഷയം തന്നെ മരണം ഓർമ്മിപ്പിക്കുന്നതാണല്ലോ. അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മഹത്തായ വാചകമാണ് ഇന്നലെ നാം അല്പം വിവരിച്ചത്. അതിനോട് ചേർന്ന് അല്ലാഹു തആല പറഞ്ഞതാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഞങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത്, പ്രവൃത്തി നന്നാക്കുന്നത് ആരാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കാനാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവത്തിലും എല്ലാം പരീക്ഷിക്കുന്നു. ഞാൻ ഇന്നലെ വിവരിച്ചിട്ടുണ്ട്, അറിയാഞ്ഞിട്ടുള്ള പരീക്ഷണമല്ല, നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരീക്ഷണമാണ്. وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا. സൂറത്ത് ഹൂദിൽ ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വലനബ്ലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ ആരാണ് അധ്വാനിക്കേണ്ട കാര്യങ്ങളിൽ അധ്വാനിക്കുന്നവർ എന്നത് അല്ലാഹുവിന് ആ സംഭവം നടന്നതായി ഉള്ള അറിവിന് വേണ്ടി, അറിവ് ഉണ്ടാകാൻ നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നാലല്ലേ നടന്നു എന്ന അറിവുണ്ടാവുള്ളൂ, മറ്റത് നടക്കും എന്ന അറിവല്ലേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഈ ഭൂമിയിലുള്ളതെല്ലാം ഭൂമിയുടെ അലങ്കാരമായി നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നവരെ പരീക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പരീക്ഷണം. ഇന്നലെ നാം പറഞ്ഞ തഫ്സീറുകൾക്ക് പുറമെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ 5ാമത്തെ ഒരു തഫ്സീർ അയ്യുക്കും അഅറഫു ബിഉയൂബി നഫ്സിഹി, ആരാണ് അവനവന്റെ ശരീരത്തിന്റെ ന്യൂനതകളെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. നമ്മുടെ ന്യൂനതകളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ആ ബോധമില്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും അഹങ്കാരിയാകുന്നത്. അപ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും പരദൂഷണം പറയുന്നവനാകുന്നത്. മറ്റൊരാളെ ഇൻസൾട്ടാക്കാനും പരിഹസിക്കാനും ധൈര്യം വരുന്നത് അവനവനെ സംബന്ധിച്ച് അവനവന്റെ ന്യൂനതകളെക്കുറിച്ചുള്ള വിവരക്കേടാണ്. അതുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഹ്ജുസ്ക അനിൻ നാസി മാ തഅലമു മിൻ നഫ്സി, മറ്റുള്ളവരെ സംബന്ധിച്ച് നിന്നെ തടഞ്ഞിരിക്കണം നിന്റെ ശരീരത്തെക്കുറിച്ച് നിനക്കറിയാവുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനും വേറെയുള്ളവരെ അവമതിക്കാനും ഇൻസൾട്ടാക്കാനും എനിക്ക് സാധിക്കൂല. എനിക്കൊരുപാട് ന്യൂനതകൾ സംഭവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാവില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നത് എന്തുകൊണ്ടാണ്? അയൽവാസിയും തമ്മിൽ പിണങ്ങുന്നത് എന്തുകൊണ്ടാണ്? കുടുംബങ്ങളും നേതാക്കളും അനുയായികളും അങ്ങനെയെല്ലാം പിണക്കമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ശരീരത്തെ സംബന്ധിച്ച്, ശരീരത്തിന്റെ ന്യൂനതകളെ സംബന്ധിച്ച് തീരെ ബോധമില്ല. മറ്റുള്ളവരുടെ ന്യൂനതയെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ കുറേ ന്യൂനതകൾ.
മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ശൈത്താൻ കൊണ്ടുവരും. ശൈത്താനിന്റെ സ്ഥിരം ഡ്യൂട്ടി തന്നെ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നതാണ്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുക, നിങ്ങൾക്കിടയിൽ വെറുപ്പ് സൃഷ്ടിക്കുക, അകൽച്ചയുണ്ടാക്കുക. അതാണ് ശൈത്താൻ ചെയ്യുന്ന ഡ്യൂട്ടി. എന്നാൽ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി അങ്ങനെയല്ല. സ്വാലിഹീങ്ങൾ എല്ലാവരെയും പരസ്പരം സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ എങ്ങനെ മസ്ലഹത്താക്കാൻ കഴിയും എന്നാണ് സ്വാലിഹീങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ. വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ആളുകൾക്കിടയിൽ സന്ധിയുണ്ടാക്കുന്നവർ, ആളുകൾക്കിടയിൽ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നവർ, അവർക്കാണ്. മുഅ്മിനീങ്ങൾ എപ്പോഴും ഇണങ്ങുന്നവരാകണം, ഇണക്കത്തെ ഇഷ്ടപ്പെടുന്നവരാകണം. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുന്നത്. എപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത്. പരമാവധി നമ്മൾ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചും നാടിനനുസരിച്ചും എല്ലാം അതിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഭാര്യ അവൾ പറഞ്ഞ ഒരു വാക്ക് കുറച്ചൽപ്പം ഗൗരവമുള്ളതായിപ്പോയി. അതിനെ സംബന്ധിച്ച് ഇങ്ങനെ എപ്പോഴും നീ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു ദുഷിച്ച സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ചിലപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ അവരുടെ മനസ്സിനും മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. അത് അവരും പിൽക്കാലത്ത് എടുത്ത് നിങ്ങൾ അന്നങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയാൻ പാടില്ല. ഇതേപോലെ തന്നെ ബാപ്പ മക്കളുമായും മക്കൾ ബാപ്പയുമായുമുള്ള ഇടപാടുകളിൽ, പെരുമാറ്റങ്ങളിൽ ചിലപ്പോൾ ഒരു മകന്റെ അടുക്കൽ പാടില്ലാത്ത സംസാരം വന്നുപോയി എന്ന് വരാം. മനുഷ്യൻ ആണല്ലോ, ദുർബലനാണല്ലോ. പ്രത്യേകിച്ചും ചെറിയ പ്രായക്കാരാകുമ്പോൾ അവരുടെ വാക്കുകളിൽ പക്വതക്കുറവ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ബാപ്പ മകനോട് പറയുമ്പോഴും ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നതിന് പകരം ഒരു ശത്രുതയുടെ ഭാഷയിൽ സംസാരിക്കുന്ന ശൈലി വന്നുപോയി എന്ന് വരാം. ഇതുപോലെ ഒരു ഗുരുനാഥൻ കുട്ടിയോടും ശിഷ്യനോട് പറയുമ്പോഴും ശിഷ്യൻ ഗുരുനാഥനോട് പറയുമ്പോഴും സംഭവിച്ചു പോയി എന്ന് വരാം. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുകയും പഴിചാരുകയും ചെയ്യുന്നതിന് പകരം നിന്നെ സംബന്ധിച്ച് നീ ആഴത്തിലൊന്ന് ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ മോശമായ ഒരു വാക്കും ആരോടും പറയാതെ ജീവിച്ച സംശുദ്ധനാണെന്ന് നിനക്ക് വാദമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ 100% ക്ലിയറായി ജീവിച്ചു എന്ന് നിനക്ക് ചിന്തയുണ്ടോ? അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും നമ്മിലുണ്ടാകുമോ? ന്യൂനതകളും അപാകതകളും ജീവിതത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപാടുകളിലുമെല്ലാം ആർക്കും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അവനവന്റെ ന്യൂനതകളെ സംബന്ധിച്ച് അവനവൻ ആലോചിക്കുക. എന്നിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ടാക്കുന്നതിൽ നിന്നും, മറ്റുള്ളവരുമായി അകലുന്നതിൽ നിന്നും, മറ്റുള്ളവരെ വെറുക്കുന്നതിൽ നിന്നും മനുഷ്യൻ അകന്നു നിൽക്കുക. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയണം എന്ന ചിന്ത നമുക്കുണ്ടാകരുത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കണം എന്ന ചിന്തയും നമുക്കുണ്ടാകരുത്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് പ്രവൃത്തി നന്നാക്കുന്നവർ എന്നാണ് അല്ലാഹുവിന്റെ പരീക്ഷണം. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. നിങ്ങളാരും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത്. ധാരണകൾ പലതും തെറ്റാണ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം സതുദ്ദേശമാണെന്ന് ചിന്തിച്ചുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ, നല്ല വിചാരം നല്ല ഇബാദത്തിന്റെ ഭാഗമാണ്.
ആരെക്കുറിച്ചും ഇടയ്ക്ക് വിചാരം പാടില്ല. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനോ ഭർത്താവിനെ കുറിച്ച് ഭാര്യക്കോ അങ്ങനെ ആർക്കും ഇടയ്ക്ക് വിചാരം പാടില്ല. എല്ലാവരും നല്ല വിചാരമുള്ളവരാവുക. ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ, നല്ല ഇബാദത്തിന്റെ ഭാഗമാണ് നല്ല വിചാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സാലിഹീങ്ങൾ അങ്ങനെയാണ്, അവർക്ക് നല്ല വിചാരമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ചിലപ്പോൾ പലതും തോന്നിപ്പോകും. നമ്മൾ തോന്നിയതുപോലെ ആകണം കാര്യമെന്നില്ല. കാര്യം ചിലപ്പോൾ നേരെ മറിച്ചായിരിക്കും. അതിനാൽ അവനവന്റെ ന്യൂനതകളെക്കുറിച്ച് ബോധമുള്ളവനും മറ്റൊരാളെ കുറ്റം പറഞ്ഞ് അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്താത്തവനുമായിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ലാ തഖ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം ദുഊഫു ഇന്നദ്ദുആഫ ഇദാ മാ കുൻത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. ആരെയും കുറ്റം പറയരുത്, ആരെയും നമ്മൾ ദുഷിക്കരുത്. ദുഷിക്കുന്നതിന് മുമ്പ് ഫത്തിസ് ഉയൂബക ഖബ്ലൽ ഐബി ഗൈറക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബിൽ ലഹു സലിമാ വലാ തകുൻ കദുബിൻ ബിൽ ജുറൂഹി വഖഅ ദൂന الصിഹാഹി മിനൽ അഅ്ളാഇ മുസ്തലിമാ. ഈച്ചയുടെ സ്വഭാവം പാടില്ല. ഈച്ചയുടെ സ്വഭാവം എന്താണ്? അതെപ്പോഴും മാലിന്യത്തിൽ പോയിരിക്കലാണ് അതിന് സന്തോഷം. അതുപോലെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിങ്ങനെ പറഞ്ഞു നടക്കലും അത് പ്രചരിപ്പിക്കലും, അതേ അത് വാട്സപ്പിലിടലും, അതേ അതിന് ഫേസ്ബുക്കിൽ സംസാരിക്കലും, ഏത് എഴുത്തെഴുതലാണെങ്കിലും ഏത് മെസ്സേജ് കൊടുക്കലാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം അത് ഈച്ചയുടെ സ്വഭാവമാണ്. ഈച്ചക്കെപ്പോഴും ഛർദിയിലും ചലത്തിലുമൊക്കെയല്ലേ താല്പര്യം. അതൊരു മോമിനായ മനുഷ്യന് അങ്ങനെയൊരു സ്വഭാവമുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, സുഹൃത്തുക്കളെ, ആരുടെ കുറ്റവും കുറവും പറയരുത്. പ്രത്യേകിച്ചും ആലിമീങ്ങളെ കുറ്റം പറയരുത്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിന് വെളിച്ചമാണ്. അവരുടെ വെളിച്ചം മറ്റുള്ളവർക്ക് അനുഭവിക്കാനുള്ളതാണ്. ആ വെളിച്ചത്തിൽ ഒരുപാട് ഇരുട്ടുകൾ നീങ്ങാനുണ്ട്. ആ ഇരുട്ടുകൾ നീക്കാനുള്ള പ്രവർത്തനവുമായി അവർ രംഗപ്രവേശം ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ആലിമീങ്ങളെ കുറ്റം പറയുന്ന നിലക്ക് നമ്മൾ ഒരിക്കലും മതപ്പതിച്ചു പോകരുത്. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, നീ മറന്നുകൊണ്ട് പോലും ആലിമീങ്ങളെ കുറ്റം പറയല്ലേ. ആലിമീങ്ങളുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, അത് നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ കാരണമായി പോകും. സുഹൃത്തുക്കളെ, ലോകത്ത് ഏതെല്ലാം അസൂയാലുക്കളുണ്ടോ, ഏതെല്ലാം അഹങ്കാരികളുണ്ടോ, അവരെല്ലാം സാലിഹീങ്ങളെയും ആലിമീങ്ങളെയും ഇമാമീങ്ങളെയും തെറ്റിദ്ധരിച്ചവരും കുറ്റം പറഞ്ഞവരുമാണ് കേട്ടോ. മുൻഗാമികളായ സാലിഹീങ്ങളെയും ആലിമീങ്ങളെയും പിന്തുടർന്ന് ജീവിക്കുന്നതിലല്ലേ ഒരു മനുഷ്യന്റെ ഹിദായത്തിന്റെ നിലനിൽപ്പ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള മാർഗത്തിൽ തന്നെ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. അതേതാണ് മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മാർഗമാണ്, അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആ അനുഗ്രഹിച്ചവർ അംബിയാക്കളും സിദ്ദീഖീകളും ശുഹദാക്കളും സാലിഹീങ്ങളും സജ്ജനങ്ങളാണ്. ആ സജ്ജനങ്ങളുടെ മാർഗത്തിൽ തന്നെ അള്ളാഹു നമ്മെ വഴി നടത്തി തരാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിലെ ദുആ. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് തന്നെ ബിയദിഹിൽ മുൽക്ക്, എല്ലാ അധികാരവും എല്ലാ ആധിപത്യവും മനസ്സിന്റെ ആധിപത്യവും അള്ളാഹുവിനാണല്ലോ. അതുകൊണ്ട് ആ റബ്ബിൽ നിന്നുള്ള ഭാഗ്യം തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
അതിന്റെ നേരെ തലതിരിച്ച് നിങ്ങൾക്കറിയാം പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജനങ്ങളുടെ ഹൃദയങ്ങൾ കൺഫ്യൂഷനാക്കുന്ന, സംശയമുണ്ടാക്കുന്ന എല്ലാ ശർറുള്ള ദുഷ്ടന്മാരിൽ നിന്നും ദുഷ്മന്മാരിൽ നിന്നും പടച്ച റബ്ബിനോട് കാവല് ചോദിക്കുന്ന സൂറത്താണല്ലോ അവസാനത്തെ സൂറത്തായ ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അപ്പോൾ നമ്മുടെ സാലിഹീങ്ങളെ പിന്തുടരണം. നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ അവർ നടന്നു വന്ന വഴി, അവർ കാണിച്ചു തന്ന ആചാരം, അവർ കാണിച്ചു തന്ന സ്വഭാവം, അവരെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം, അതാണ് മനുഷ്യന് അഭികാമ്യം. അതേ സമയത്ത് അവരെ തെറ്റിദ്ധരിച്ച്, ഇമാമിങ്ങളെ തെറ്റിദ്ധരിച്ച്, സ്വാലിഹീങ്ങളെ തെറ്റിദ്ധരിച്ച്, ഔലിയാക്കളെ തെറ്റിദ്ധരിച്ച്, നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളായ ആളുകളെ തെറ്റിദ്ധരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ എന്ന ചിന്തയിൽ നമ്മുടെ ന്യൂനതകളെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവർകൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു, ഞാൻ പലപ്പോഴും കടുത്ത തമ്മാടികളോട് നല്ല പെരുമാറ്റം കാണിക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കടുത്ത തമ്മാടികൾ വളരെ മോശക്കാരാണ്. ആ വളരെ മോശക്കാരായ ആളുകളോട് ചിരിക്കുന്ന ആരിഫീങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള, നല്ല വിവരമുള്ള ചില മഹാന്മാർ, അവരാണ് പലപ്പോഴും തമ്മാടികളോട് ചിരിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത്. എന്തിനാണത്? അവർക്ക് കാര്യലാഭത്തിന് വേണ്ടിയല്ല. ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, നമുക്ക് ഇന്ന് നമ്മളെ മദ്രസകളിൽ നിന്ന് വാജിബായ സിഫത്ത് അല്ലാഹുവിന് 20, മുസ്തഹീലായ സിഫത്ത് 20, ജായിസായ സിഫത്ത് 1, ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ എണ്ണിപ്പടിക്കുമ്പോൾ അതെല്ലാം സവിസ്തരം പഠിപ്പിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആശയങ്ങൾ തെറ്റാണെന്ന് പൂർണ്ണമായി സമർത്ഥിക്കുകയും സമൂഹത്തിന് അത് നന്നായി എത്തിച്ചു കൊടുക്കുകയും ചെയ്ത പ്രഗത്ഭനായ ഒരു ഇമാമാണ് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ആ ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തബീനു കദിബിൽ മുഫ്തരി ഫീമാ നസിബ ഇലൽ ഇമാം അബുൽ ഹസനിൽ അശ്അരി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായിരുന്ന ആളുകളായ ഭരണാധികാരികളെ, വിശ്വാസത്തിൽ പിഴച്ചുപോയ ഭരണാധികാരികളെ മഹാനവർകൾ സമീപിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ജഡ്ജിമാരെ സമീപിക്കാറുണ്ടായിരുന്നു, ഖാദിമാരെ സമീപിക്കാറുണ്ടായിരുന്നു. മഹാനവർകൾ അങ്ങനെ സമീപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവരെന്തായാലും നമ്മളെ സദസ്സിൽ ഇങ്ങോട്ട് വരൂല, അവര് നമ്മളെ സദസ്സിലോ എന്റെ ക്ലാസ്സിലോ അവർ വരൂല, അവര് വലിയ VVIPകളാണ്, അവരിങ്ങോട്ട് വരൂല. അപ്പോൾ അവരെ പിഴച്ച പിഴവിൽ തന്നെ അങ്ങ് നിലനിന്നു പോകും. അതുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അവരെ സമീപത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ഞാൻ അവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ ശരിക്ക് വിവരിച്ചു കൊടുത്ത് അവരെ സുന്നത്ത് ജമാഅത്തുകാരാക്കി മാറ്റുകയാണ്. മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ഇതേപോലെ തന്നെയാണ് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പറഞ്ഞു, അൻ ബഅദിഹിം റഹ്മത്തുള്ളാഹി അലൈഹി അന്നഹു ഖാൽ, അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറയാൻ, ലാ യദ്ഹഖു ഫീ വജ്ഹിൽ ഫാസിഖി ഇല്ലൽ ആരിഫ്. വലിയ മഹാന്മാർ, അല്ലാഹുവിനെ സംബന്ധിച്ച് ആഴത്തിൽ അറിവ് ലഭിച്ച മഹാന്മാർ, അവർ മാത്രമേ ചമ്മാടികളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയുള്ളൂ. നാം അതെ, യഅ്മുറുഹു വയൻഹാ, അത്തരം തമ്മാടികളെ മുഖത്ത് നോക്കി ചിരിച്ച് അവർ സോപ്പിടുന്നത് അവരെ കീശയിലേക്ക് കാശ് കിട്ടാനല്ല, അവർക്ക് അവരിൽ എന്തെങ്കിലും കാര്യം കിട്ടാനല്ല. പിന്നെയോ യഅ്മുറുഹു വയൻഹാ,
അവരുമായി അകന്നു നിന്നാൽ അവരെ നന്നാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവരുമായി കൂടി നിന്ന് അവർക്ക് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും മോശമായത് വിരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ചിലർ സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ചിലര് അവസാനത്ത് പറഞ്ഞതുപോലെ ചില ആളുകളുണ്ട്, അതേ തീരെ മോശക്കാരായി പോയാൽ അതേ നല്ല ആളുകൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർക്കെതിരെ ശല്യം ചെയ്യുന്ന ചില ആളുകൾ ഉണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർ ശത്രുക്കളാകും, ചിലപ്പോൾ അവരെല്ലാ നാശവും വലിച്ചിടും. അങ്ങനെ ചിലരുണ്ട്. അതിന് അവസാനത്ത് ഉദാഹരണം പറഞ്ഞു, യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസ്സഫാരിയതി ഇദാ ലഹു നസഹത് ഫീ വാബിലിൽ മത്രി. ചെറിയ പക്ഷികൾ വേനൽക്കാലത്ത് അധ്വാനിച്ച് പല സ്ഥലത്തും പോയി മരച്ചില്ലികൾ കൊത്തിക്കൊണ്ടുവന്ന് ചെറിയ ഒരു കൂടുണ്ടാക്കി മരത്തിന്റെ മേലെ താമസിക്കുമ്പോൾ അതാ പക്ഷിയുടെ സ്ഥാപനമാണ്, പക്ഷിയുടെ വീടാണ്. അതിൽ സുരക്ഷിതമായി കഴിയുമ്പോൾ ഈ പക്ഷി കാണുന്നു, കുരങ്ങ് വീട് നിർമ്മിച്ചിട്ടില്ല, മഴയത്ത് നനയുകയാണ്. നനയുന്നത് കണ്ടപ്പോ ഈ പക്ഷി മെല്ലെ അവിടുന്ന് തല ഇങ്ങോട്ട് കാണിച്ച് ഈ കുരങ്ങിനോട്, അപ്പുറത്തെ കൊമ്പിന്റെ മേലുള്ള കുരങ്ങിനോട് ഒരു വയല് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ അന്ന് നന്നായി അധ്വാനിച്ചിട്ടാണ് ഈ വീടുണ്ടായത്, നീ അപ്പം നന്നായി കളിച്ച് നടന്നതാ, അതുകൊണ്ട് നീയും ഇനിയെങ്കിലും ഒന്ന് അധ്വാനിക്കാൻ ഇറങ്ങണം എന്ന് പറയുമ്പോൾ, ആരടാ നീ ഇങ്ങനെ ഉപദേശിക്കാൻ എന്നെ എന്ന നിലക്ക് ഈ കുരങ്ങ് ഓടിക്കേറി ഈ പക്ഷിയുടെ ആ കൂട് വലിച്ചൊരേറ് കൊടുത്തു. ഇങ്ങനെയുമുണ്ട് ജനങ്ങളെ കൂട്ടത്തിൽ ചിലര്. അവർ ഉപദേശം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് പകരം ഉപദേശിച്ചവനെ ശല്യം ചെയ്യും. അതുകൊണ്ട് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നാം യഅ്മുറുഹു വയൻഹാഹു, അത്തരം തോന്നിവാസികളെ നല്ലത് കൽപ്പിക്കുകയും മോശമായത് വിരോധിക്കുകയും ചെയ്യുന്നതിന്റെ പുറമേ ആ മഹാന്മാര് വയതഹമ്മലു അദാഹു, അവനിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കുകയാണ്. വലാ യഖ്ദിറു അലാ ഹാദാ ഇല്ലൽ ആരിഫൂന ബില്ലാഹ്. ഇങ്ങനെ അതാ എതിർപ്പ് കാണിക്കുന്നവരുടെ എതിർപ്പുകളൊക്കെ ക്ഷമിച്ച് പിന്നെയും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള മനസ്സ് അത് ഏറ്റവും വലിയ മഹാന്മാർക്കല്ലാതെ ലഭിക്കൂല. അമ്മസ്സുഹാദ് വൽ ഉബ്ബാദ് വൽ മുരീദൂനല്ല, അത് കേവലം ഭൗതിക ലോകത്തിന് താല്പര്യം കാണിക്കാത്തവരും ഇബാദത്തുമായിട്ട് നടക്കുന്നവരും അതുപോലെ തന്നെ ഇത്തരം വലിയ മഹാന്മാരുടെ ശിഷ്യന്മാരായി പോകുന്നവർക്കൊന്നും അതിന് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. വലിയ മഹാന്മാർക്ക് മാത്രമേ അതിന് കഴിയൂ എന്നാ പറഞ്ഞത്. ഏത്? ഉപദേശം നൽകി ആളുകളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യുക. എന്നിട്ട് മഹാനവറുകൾ പറയാ, കൈഫലാ യർഹമൂനൽ ലുസാത്ത, എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നവരോട് കാരുണ്യം കാണിക്കാതിരിക്കുക ആ മഹാന്മാർ. വഹും മൗദിഉർ റഹ്മത്തി മഖാമുത് തൗബത്തി വൽ ഇഅ്തിദാർ, അല്ലാഹുവിന്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാണല്ലോ അവർ. العارف خلقه من أخلاق الحق عز وجل فهو يجتهد في تخليص العصي من يد الشيطان والنفس والهوى. വലിയ വലിയ മഹാന്മാർ കാണുന്നു, ഒരു മനുഷ്യൻ ശൈത്താന്റെ പിടിയിൽ ഒതുങ്ങിപ്പോയി, വേറെ ഒരു മനുഷ്യനതാ തടീച്ചയുടെ പിടിയിൽ ഒതുങ്ങിപ്പോയി. അവന്റെ സ്വന്തം ശരീരത്തിന്റെ ചാപല്യങ്ങൾക്ക് വഴിപ്പെട്ട് അവൻ മദ്യപാനിയായി പോയി, അവൻ നിസ്കരിക്കാത്തവനായി പോയി, അവനല്ലെങ്കിൽ വ്യഭിചാരിയായി പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും തെമ്മാടിത്തം ചെയ്യുന്നവനായി പോയി. അങ്ങനെ ഒരാളെ കാണുമ്പോൾ അവനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് മഹാന്മാര് ചിന്തിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഏതുപോലെ ഇദാ റആ അഹദുക്കും വലദഹു അസീറൻ ഫീ
യദി കാഫിരിൻ അലൈസ യജ്തഹിദു ഫീ തഖ്ലീസിഹി. നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ ഒരു നന്ദികേട് കാണിക്കുന്ന അവിശ്വാസിയായ, അല്ലാഹുവിനോട് നന്ദി കാണിക്കാത്ത, ജനങ്ങളോട് നന്ദി കാണിക്കാത്ത, ജനങ്ങളോടുള്ള കടപ്പാട് വീട്ടാത്ത അങ്ങനെയുള്ള ഒരു അവിശ്വാസിയുടെ കയ്യിൽ നിങ്ങളെ സ്വന്തം മകൻ പെട്ടുപോയാൽ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കൂലേ? എന്നാൽ ഇതുപോലെയാണ് അല്ലാഹുവിന്റെ മഹാന്മാരായ ജനങ്ങൾ, ആരിഫീങ്ങൾ. അവർക്ക് സൃഷ്ടികളെല്ലാം അവരെ മക്കളെ പോലെയാണ്. ആ മക്കൾ എവിടെയെങ്കിലും തെറ്റിലകപ്പെട്ടു പോയാൽ, പിശാചിന്റെ കയ്യിലകപ്പെട്ടു പോയാൽ മക്കളെ രക്ഷപ്പെടുത്തുന്നത് പോലെ ജനങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണമെന്നാണ് അവരുടെ ചിന്തയുള്ളത്. അവരാ നിലക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളാണ് എന്താ ഉണ്ടാകുക? നമ്മളാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലാക്കി ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തെ മെല്ലെ ഒന്ന് ക്ഷണിച്ചു. ആ മഹാപണ്ഡിതൻ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ ഒരു ക്ലാസ്സിലും ക്ഷണിച്ചു, അല്ലെ വാദിന് ക്ഷണിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടപ്പോ എന്താ നിങ്ങളൊന്നും കാണാത്തതും ചോദിച്ചു. അങ്ങനെ ഒരാളോട് നല്ല ഒരു പെരുമാറ്റം കാണിച്ചു. ഉടനെ തന്നെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് എന്നെ പോലത്തെ ഒരു പറയും, കണ്ടോ അയാൾ പൈസക്കാരനായതുകൊണ്ട്, അയാൾ ഇങ്ങനെ ഒരു ചിന്താഗതിയും ഇങ്ങനെ ഒരു ധാരണയും ഒരിക്കലും നമ്മുടെ മനസ്സിൽ കടക്കാൻ പാടില്ല. നമ്മളെപ്പോഴും നല്ല മനസ്സുള്ളവരായിരിക്കണം. ഒരു തമ്മാടിയായ കള്ളുകുടിയൻ, ആ കള്ളുകുടിയനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തിനാണ് മുസ്ലിയാർ പോകുന്നത്? അദ്ദേഹത്തിന്റെ പണം കണ്ടിട്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അദ്ദേഹത്തെ മദ്യപാനത്തിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് നമുക്കൊരു നല്ല മനസ്സുണ്ടായിക്കൂടാ? നമുക്കെന്തുകൊണ്ടൊരു നല്ല മനസ്സുണ്ടായിക്കൂടാ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വരുന്ന തകരാറ് എവിടെയാണെന്നറിയോ? ഏതൊരു മനുഷ്യന്റെ ഒരു സ്വഭാവം അവനവനെ പറ്റി ചിന്തിക്കുന്നതാണ് മറ്റുള്ളവരെ പറ്റിയും ചിന്തിക്കുക. അപ്പൊ ഇവരെപ്പോഴും പണം കിട്ടിയാൽ എന്തു ചെയ്യുന്നവനാണോ, പണത്തിനു വേണ്ടി അവൻ എന്തും ചെയ്യുന്നവനാണോ, അവന് മറ്റുള്ളവരെ പറ്റിയൊക്കെ അങ്ങനെ തോന്നും, പണത്തിനു വേണ്ടിയാണെന്ന് തോന്നും. നേരെ മറിച്ച് ചിന്തയൊന്ന് നന്നാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തത് അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും. ആരിഫീങ്ങൾ അങ്ങനെയാണെന്നല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറയുന്നത്. അങ്ങനെ ഒരു നല്ല വിചാരം വെച്ചുകൂടെ? എപ്പോഴും മറ്റുള്ളവരെ സംബന്ധിച്ച് ഹുസ്നുൽ മിൻ ഹുസ്നിൽ ഇബാദ, നല്ല വിചാരമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. മോശമായ വിചാരമുണ്ടാകാൻ പാടില്ല. ഇനി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തുവെന്ന് നമ്മൾ കേട്ടാലോ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വലിയ ആലിമുണ്ടായിരുന്നു കണ്ണൂരിൽ, മൂസാൻകുട്ടി ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ആലിമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു പള്ളിയിൽ കയറി പോകുമ്പോ, ഞാൻ ശൈഖുന കാന്തപുരം സ്ഥാനിൽ നിന്ന് കേട്ടതാ, കയറി പോകുമ്പോ ആളുകൾ പള്ളിയിൽ നിന്ന് കേട്ട് ഇറങ്ങാണ്, അസ്സലാമു അലൈക്കും. അപ്പോ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഒരു വലിയ ഒരു പുത്തൻവാദിയായ ഒരു വലിയ നേതാവുണ്ട്. ഇറങ്ങി വരുന്നവരോട് സലാം ചൊല്ലിയതാണ്. അപ്പൊ ഉടനെ ഇയാൾ, ഇപ്പൊ നമുക്കെല്ലാം സലാം ചെല്ലാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. മൂപ്പരോടെ തന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ മുസ്ലിമുകളാവും ഞാൻ വിചാരിച്ചത്. ഈ നിലക്കുള്ളൊരു വിചാരം, എന്തിനും ഒരു തെറ്റായ വിചാരണം വെക്കണം? സുഹൃത്തുക്കളെ, നല്ലത് മാത്രം വിചാരിക്കണം, വിടക്ക് വിചാരിക്കരുത്. ചിലപ്പോൾ ചില ആളുകളുടെ സ്വഭാവം വളരെ മോശം. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ ചിലർ വന്നിട്ട്, ഉസ്താദേ ഒരു ഫോട്ടോ എടുത്തോട്ടെ. സംഗതി പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കൽ സൽക്കർമ്മമൊന്നും അല്ല, നല്ല കാര്യമല്ല. പഴയ ആലിമീങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ഫോട്ടോ എടുക്കൽ. പിന്നെ ഇപ്പോ ഫോട്ടോ ഇങ്ങനെ ഒട്ടാകെ സുതാര്യമായി, എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി, എല്ലാവരും ഫോട്ടോ എടുക്കലായി, ഫുള്ള് ഫോട്ടോയായി. ഇപ്പോ
ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഹജ്ജിന് പോകണമെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടി വരും, UAE പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണം. ഞാൻ തന്നെ അങ്ങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ, ഫോട്ടോ തന്നെ കൊടുക്കണ്ടേ. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പള്ളീൻ്റെ ഫോട്ടോ എടുത്തു കൊണ്ടുപോയി ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഫോട്ടോ എടുത്തു കൊണ്ടുപോയി എന്നിട്ട് അവരൊക്കെ കാണിച്ചു കൊടുത്ത് എൻ്റെ വേറൊരു പള്ളി ചിലപ്പോൾ കിട്ടേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഫോട്ടോ ആവശ്യമായി വരും. ചിലപ്പോൾ ജുമാ വരെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പം ചിലർ കണ്ടോ ജുമാ ഫോട്ടോ എടുക്കുന്നു എന്ന് പറയും. വാസ്തവത്തിൽ ഈ ജുമാ ഫോട്ടോ എടുക്കുന്ന വേറൊരു പള്ളി ഉണ്ടാക്കാനാണ് എന്ന് നല്ല വിചാരിച്ചൂടെ? നല്ലതേ നമ്മൾ വിചാരിക്കാവൂ, അല്ലാതെ ഫോട്ടോത്തിനോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഫോട്ടോ എടുത്തോട്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്ക് എന്തായി പോകാനാ, അയാളുടെ ശരീരത്തിന് കഷ്ണം മുറിച്ചു തരുമെന്നല്ല ചോദിച്ചത് എന്ന് വിചാരിച്ച് അദ്ദേഹം ചിലപ്പോൾ ദീനിൽ നിന്ന് അകന്നു പോകും. ദീനിൽ നിന്ന് അയാൾ അകന്നു പോകും. അപ്പം എന്നായിക്കോട്ടെ കണ്ണിയും പോകും. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ ചോദിക്കുമ്പോൾ കണ്ണിയമ്മി, നമുക്ക് ഇയാൾ അഡ്രസ്സ് ഏതാണ്, ഇയാൾ ആശയം എന്താണ്, ഇയാൾ ആരാണ് എന്നൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ എൻ്റെ പേരെന്താ, എൻ്റെ ആശയം എന്താ, ഇനി അങ്ങനെയാ ഇങ്ങനെയാ ഇങ്ങനെ ചോദിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചോദിക്കുന്നത് ശരിയുമല്ല. അപ്പോൾ സ്വാഭാവികമായി ഇന്നാളൊരു ദിവസം ഒരു കല്യാണപ്പുരയിൽ ഞാൻ പോയി കല്യാണം കഴിഞ്ഞിറങ്ങാൻ നോക്കുമ്പോൾ ഒരാൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചു. ഞാനായിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാനവിടെ ഒന്നും എടുത്തു. അപ്പം നമ്മളെ കുറേ ആൾക്കാർ വന്ന് അതിൻ്റെ സമീപത്ത് നിന്നു. എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു. എന്നോട് അല്ല, നിങ്ങൾ ആ ഫോട്ടോ നിങ്ങളുടെ അരിയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നാൾ സുന്നിയല്ലല്ലോ, നിങ്ങളെ പറ്റിച്ചതല്ലേ എന്ന് പറഞ്ഞു. ആളെ പറ്റിക്കേണ്ട അള്ളാൻ്റെ അടുക്കൽ അയാൾ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ രൂപത്തിൽ ഒരു ജാതി ചതിയുടെ കാലഘട്ടമാണ്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിയദിഹിൽ മുൽക്ക്, അധികാരം അള്ളാഹുവിന്റെ കൈവശത്തിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടത്. എപ്പോഴും നല്ല ധാരണയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. നിന്റെ ശരീരത്തെ സംബന്ധിച്ച് നിനക്കറിയുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നതിൽ നിന്ന് നിന്നെ തടയാൻ കാരണമാകണം. നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. ചില ആളുകളുണ്ട്, എൻ്റെ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർ. പ്രവർത്തനമൊന്നും റെഡിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് അങ്ങനെ പറയുന്ന ചില പിഴച്ച ആശയക്കാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ മതി, പിന്നൊന്നും പ്രവർത്തനം കുഴപ്പമില്ല. ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറയാണ്, അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് പ്രവൃത്തി നന്നാക്കുന്നത്, നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നത് പരീക്ഷിക്കാനാണ്. അത് വലിയ പരീക്ഷയാ. നമ്മളെ പ്രവർത്തനം നന്നാകണം. അപ്പോ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയോ? മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ അതുകൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞുകൂടാ. ഓ മോനെ, മാ ഖുലിഖത ലിൽ ബഖായി ഫിദ്ദുനിയാ വത്തമത്തുഇ ഫീഹാ, ദുനിയാവിൽ ജീവിക്കാനും സുഖിക്കാനും അല്ല കേട്ടോ നിന്നെ പടക്കപ്പെട്ടത്. ഫഗയ്യിർ മാ അൻത ഫീ മിൻ മകാരിഹിൽ ഹഖ് അസ്സ വജല്ല, പടച്ചവൻ വെറുക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടോ നീ അതൊന്ന് മാറ്റണേ. അത് ഖന്നഅത മിൻ തഅത്തില്ലാഹി അസ്സ വജല്ല ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൊണ്ട് മതിയാക്കുകയാണോ നീ? അത് മാത്രം പോരാ, പടച്ചവന് അതാ പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യണം. ഹാദാ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ യൻഫഉക, നിനക്ക് ഉപകരിക്കൂല. ഹത്താ തുളീഫ ഇലൈഹി ശൈഅൻ ആഖറ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ കൂടെ വേറെയും ചില കാര്യങ്ങളൊക്കെ നീ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അൽ ഈമാനു ഖൗലുൻ വ അമൽ, ഈമാൻ എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള പറച്ചിലും മനസ്സുകൊണ്ടുള്ള ഉറപ്പിക്കലും ശരീരം കൊണ്ടുള്ള ജവാരിഹി കൊണ്ടുള്ള അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇതെല്ലാം കൂടിയാണ് ഈമാൻ. ലാ യഖ്ബലു മിൻക വലാ യൻഫഉക ഇദാ അതൈത ബിൽ മആസി വസ്സല്ലാത്തി വമുഖാലഫത്തിൽ ഹഖ് അസ്സ വജല്ല. നീ തെറ്റുകൾ ചെയ്തുകൊണ്ട്, നീ അബദ്ധങ്ങൾ വരുത്തി വെച്ചുകൊണ്ട്, അല്ലാഹുവിനെ എതിര് ചെയ്തുകൊണ്ട് നീ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കല്ലേ. വാസറർത അലാ ദാലിക, അങ്ങനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വതറക്ത സ്വലാ,
നിസ്കാരമൊഴിച്ച് നീ ജീവിച്ചാൽ എന്റെ മാന്യ സഹോദരന്മാര് ശരിക്ക് ചിന്തിക്കണം. ചില വ്യാജ ത്വരീഖത്തുകാരുണ്ട്. ആത്മീയതയുടെ വേഷത്തിൽ വന്ന് ഞങ്ങൾ ഖാദിരിയ്യ ത്വരീഖത്താണെന്ന് പറഞ്ഞ് പലരെയും കൂട്ടിക്കൊണ്ടുപോയി വിവരമില്ലാത്തവരുടെ മുന്നിലെത്തിച്ച് അവരെ വലിയ ശൈഖന്മാരായി അവതരിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ പിന്നെ ഒന്നും വേണ്ട എന്ന് ശൈഖ് പറഞ്ഞാൽ അത് കേട്ട് അതാ നശിച്ചു പോകുന്നവരുണ്ട്. അവർക്കാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരിയായ ഖാദിരിയ്യ ത്വരീഖത്ത് അവിടുത്തെ സ്വന്തം കിതാബായ ഫത്ഹുർ റബ്ബാനി വായിച്ച് ഞാൻ പറയുന്നത്. നന്നായി ഓർക്കണേ മുഅ്മിനീങ്ങളെ. ബക്കറ്റ് വരുമ്പോ എല്ലാവരും സംഭാവന കൊടുക്കില്ല, ഞാൻ പറയണ്ടില്ലല്ലോ. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ പറയാണ്, ഓ വതറക്ത സ്വലാ, നീ നിസ്കാരമൊഴിച്ചു, വസൗം, നീ നോമ്പൊഴിച്ചു, വസ്സദഖ, നീ ധർമ്മമൊഴിച്ചു, വഅഫ്ആലൽ ഖൈർ, നല്ല കാര്യങ്ങളൊക്കെ ഒഴിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടല്ലോ എന്ന നിലക്ക് നീ അതൊക്കെ ഒഴിച്ചു. അയ്യു ശൈഇൻ യൻഫഉക അശ്ശഹാദതാനി, നിനക്ക് ഈ രണ്ട് ഷഹാദത്താണോ ഉപകരിക്കുക? ഇദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പ്രഖ്യാപിച്ചാൽ ഫഖദ് ദഅയ്ത, നീ ഒരാശയം വാദിച്ചിരിക്കുകയാണ്. അല്ലാഹ് ഇലാഹില്ലെന്ന് നീ ഒരാശയം വാദിച്ചു കഴിഞ്ഞു. ഫഖാല അയ്യുഹൽ യുഖാലു അയ്യുഹൽ ഖായിൽ, അപ്പോൾ നിന്നോടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? അലക ബയ്യിനത്തുൻ, ആ വാദം നീ ഉന്നയിക്കുമ്പോ നിനക്ക് തെളിവുണ്ടോ? മൽ ബയ്യിനത്തു, തെളിവെന്താണ്? ഇംതിസാലു അൽ അംരി വൽ ഇന്തിഹാഉ അനിൻ നഹി വസ്സബ്റു അലൽ ആഫാതി വത്തസ്ലീമു ഇലൽ ഖദരി. അതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ തെളിവ് അല്ല കൽപ്പിച്ചത് എടുക്കലാണ്, അല്ല വിരോധിച്ചത് ഒഴിക്കലാണ്. വസ്സബ്റു അലൽ ആഫാത്ത്, മുസീബത്തുകൾ വരുമ്പോ നല്ല ക്ഷമയുണ്ടാകലാണ്. വത്തസ്ലീമു ഇലൽ ഖദരി, അല്ലാഹുവിന്റെ തീരുമാനം അല്ല നടപ്പാക്കുമ്പോൾ അതിന് മനപ്രയാസമില്ലാതെ അല്ലാഹുവിന്റെ തീരുമാനം അംഗീകരിക്കലാണ്. ഹാദിഹി ബയ്യിനതു ഹാദിഹി ദഅവാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നീ പ്രഖ്യാപിച്ചത് നിന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിന്റെ വിശ്വാസത്തിന്റെ തെളിവ്. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാണ്, ഇദാ അമിൽത ഹാദിഹിൽ അഅമാല, എന്നാ പറയട്ടെ, നീ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലോ, മാ തുഖ്ബലു മിൻക ഇല്ലാ ബിൽ ഇഖ്ലാസി ലിൽ ഹഖ് അസ്സ വജല്ല, പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി ചെയ്താലേ നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുള്ളൂ. വലാ യുഖ്ബലു ഖൗലുൻ, ഒരു വാക്കും സ്വീകരിക്കപ്പെടൂല, ബിലാ അമലിൻ, പ്രവൃത്തിയില്ലാതെ വാക്ക് സ്വീകരിക്കപ്പെടൂല. വലാ അമലുൻ, പ്രവൃത്തി സ്വീകരിക്കപ്പെടൂല, ബിലാ ഇഖ്ലാസിൻ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചാലല്ലാതെ പ്രവൃത്തി സ്വീകരിക്കപ്പെടൂല. വൈസാബത്തി സുന്ന, അത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലായാലല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ എതിർചേരിയിലുള്ളവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. വാസുൽ ഫുഖറാ ബിശൈഇൻ മിൻ അംവാലികും, നിങ്ങൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമല്ലേ ലോകത്ത്. അതുകൊണ്ട് നിങ്ങൾ സാധുക്കളെ നന്നായി നിങ്ങളെ ധനം കൊടുത്ത് സഹായിക്കുവീൻ. ലാ തറുദ്ദു സായില, ഒരു യാചകനെയും നിങ്ങൾ വെറുതെ തിരിച്ചേക്കല്ലേ. വഅൻതും തഖ്ദിറൂന അൻ തുഅതൂഹു ശൈഅൻ ഖലീലൻ കാന ഔ കസീറാ, വല്ലതും കൊടുക്കാൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, ഒരു യാചകൻ വന്നാൽ നിങ്ങൾ വെറുതെ തിരിച്ചേക്കല്ലേ. വാഫിഖുൽ ഹഖ് അസ്സ വജല്ല ഫീ ഹുബ്ബിഹിൽ ലതാ, അല്ലാഹുവിന് കൊടുതിയോട് വല്ലാത്ത ഇഷ്ടമാണ്, കൊടുതിയോട് വല്ലാത്ത താല്പര്യമാണ്. ആ റബ്ബിന്റെ താല്പര്യത്തോട് നീയും താല്പര്യമുള്ളവനാകണം. വസ്കുറൂഹു കൈഫ അഖലകും വഅദ്റവഖദറകും അലൽ അതാ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യണേ. അല്ലാഹു നിങ്ങളെ കൊടുക്കുന്നവരാക്കിയില്ലേ, കൊടുക്കാനുള്ള കഴിവ് തന്നില്ലേ. ആരോഗ്യമുള്ളവന് പാവപ്പെട്ട രോഗിയെ താങ്ങിപ്പിടിച്ച് ആശുപത്രിയിലെത്തിക്കാനുള്ള ആരോഗ്യം അല്ലാഹു കൊടുത്തില്ലേ. പണമുള്ളവര് നല്ല കാര്യത്തിന് ചെലവഴിക്കാനുള്ള പണം അല്ലാഹു കൊടുത്തില്ലേ. സ്വാധീനമുള്ളവനാ സ്വാധീനം നല്ല
കാര്യത്തിന് ഉപയോഗിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തില്ലേ? വിവരമുള്ളവൻ ആ വിവരം അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കാനും കഴിവ് കൊടുത്തില്ലേ? അങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ നന്ദി കാണിക്കണേ. വൈഹക്, നീ ചിന്തിക്കണം. വൈഹക്, നിനക്ക് നാശം വരും, ചിന്തിക്കണം. എന്തേ? ഇദാ കാന സായിലു ഹദിയത്തുല്ലാഹി അസ്സ വജല്ല. നിന്റെ അടുക്കൽ ഒരാള് യാചനക്ക് വന്നാൽ, എന്തെങ്കിലും ചോദിച്ചു വന്നാൽ, അത് അല്ലാഹു തആല നിനക്ക് കൊടുത്തയച്ച ഹദിയയാണത്. നിന്റെ അടുക്കൽ ഒരാൾ യാചിക്കാൻ വന്നാൽ ആ യാചിക്കുന്നവൻ അല്ല നിന്റെ അടുക്കൽ കൊടുത്തയച്ച ഹദിയയാണത്. വഅൻത ഖാദിറുൻ അലാ ഇതാഹി ഫകൈഫ തറുദ്ദുൽ ഹദിയത അലാ മുഹ്ദിഹാ. നിനക്ക് അല്ലാഹു തആല ഒരു യാചകനെ നിന്റെ മുമ്പിലേക്ക് അയച്ചാൽ, എന്റെ മകളെ കല്യാണമുണ്ട്, വലിയ വിഷമത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ, എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സുഹൃത്തുക്കളെ, ഒരു യാചകൻ, ഒരു ദാരിദ്ര്യമുള്ളവൻ, അവനെ നിങ്ങളിലേക്ക് അല്ലാഹു അയച്ചാൽ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറയുന്നോളി, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറയാൻ, അല്ലാഹ് നിന്നിലേക്ക് അയച്ചൊരു ഹദിയയാണ്. ഒരാൾ ഹദിയ കൊടുത്തയച്ചാൽ, കാര്യമായ ഒരാൾ ഒരു ഹദിയ കൊടുത്തയച്ചാൽ ആ ഹദിയ തിരിച്ചയക്കാൻ പാടുണ്ടോ? ഒരാളൊരു ഹദിയ കൊടുത്തയച്ചാൽ തിരിച്ചയക്കാൻ പാടുണ്ടോ? അതൊരു മാന്യതയാണോ? എൻ്റെ സഹോദരിമാരെ നന്നായി ഓർമ്മിക്കണേ. ചിലപ്പോൾ പുതിയാപ്പളുടെ വർക്കക്ക് പുതിയ പെണ്ണിന്റെ പുരന്നൊരു ഹദിയ കൊടുത്തയച്ചാൽ മണ്ട വളഞ്ഞു പോയി എന്ന് പറഞ്ഞ് തിരിച്ചയക്കരുതേ. അല്ലെങ്കിൽ കൊടുത്തയച്ചത് വേണ്ട പോലെ ആയില്ല എന്ന് തന്നെ തിരിച്ചയക്കരുതേ. കടുത്ത തെറ്റാണത്. ഒരാളൊരു ഹദിയ തന്നാൽ ബഹുമാനിച്ചാദരിച്ചൊരു വസ്തു തന്നാൽ, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആദരവോടെ സ്വീകരിക്കലാണ് മാന്യത. തിരിച്ചയക്കാൻ പാടില്ല. ഇനി അവരെന്ത് തെറ്റ് ചെയ്തവരാണെങ്കിലും, ചിലർ പറയും ഞാൻ ഹദിയ വെറുതെ തിരിച്ചയച്ചതല്ല. വെറുതെ ആയാലും ശരി, ബലക്കായാലും ശരി, ഒരാൾ ഹദിയ കൊടുത്തയച്ചാൽ തിരിച്ചയക്കാൻ പാടില്ല. അത് വലിയ വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അല്ലാഹു നിനക്കൊരു ഹദിയ കൊടുത്തയച്ചതാ. എന്തിന്? ഒരു യാചകനെ. എന്തിനാണത് ഹദിയ കൊടുത്തയച്ചത്? നിനക്ക് നന്നായിട്ട് അതിന് കൂടുതൽ തരാനാ. നീ ആ ഹദിയ സ്വീകരിച്ചാൽ അല്ലാഹു തആല ഒരുപാട് നിനക്ക് ഇങ്ങോട്ട് തരാൻ പോകുന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നിനക്കൊരു ഹദിയ കൊടുത്തയച്ചാൽ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ വാചകമാണ്, നിനക്കൊരു ഹദിയ കൊടുത്തയച്ചാൽ ആ ഹദിയ നീ തിരിച്ചയക്കാൻ പാടുണ്ടോ? അല്ല, ഈ ഹദിയ കൊടുത്തയച്ചവനായ അല്ലാഹുവിന് തിരിച്ചയക്കാൻ പാടുണ്ടോ? ആ ഹദിയ കൊടുത്തയച്ച യാചകനെ, അതാണ് ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നല്ല വാക്കെങ്കിലും പറയണേ. ആ ഹദിയ നീ തിരിച്ചയക്കുന്നത് മാന്യതയോടെ ആകണം, ഒരിക്കലും വെറുതെ ആകൂല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ ഹിജ്റ 451 അതേ ശഅബാൻ 11 നടത്തിയ ഒരു ഉപദേശം ഇതേ ഫതുഹുർ റബ്ബാനിയിലുണ്ട്. അതിൽ മഹാനവറുകൾ ഉദ്ധരിച്ചില്ലേ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് അതാ യാചിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോ അതാ വീട്ടിലാകെയുള്ളത് 10 മുട്ടയാണ്. വേലക്കാരിയായ പെണ്ണിനോട് അത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. വേലക്കാരിയായ പെണ്ണ് 9 എണ്ണം കൊടുത്തു, 1 മാറ്റിവെച്ചു. വൈകുന്നേരമായപ്പോ ഒരു പാക്കറ്റ് വന്നു. ഞാൻ ഇന്നലെ പിന്നെ പറഞ്ഞു ഇവിടെ. അങ്ങനെ ഒരു പാക്കറ്റ് വീട്ടിലേക്ക് ആരോ കൊടുത്തയച്ചു. ആ പാക്കറ്റ് തുറന്നു നോക്കുമ്പോൾ 90 മുട്ടുണ്ട്. ഉടനെ തന്നെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, 1 മുട്ട നീ എന്താ ചെയ്തത്? അതെന്താ 90 മുട്ടയെ കാണുന്നുള്ളൂ, അതുകൊണ്ടാ ചോദിച്ചു, എന്താ 1 മുട്ട നീ എന്താ ചെയ്തത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, നോമ്പറക്കാൻ വേണ്ടി വെച്ചതാ. മഹാനവറുകൾ പറഞ്ഞു, 10 മുട്ട കുറഞ്ഞതിന് നീയാണ് ഉത്തരവാദി. ഇത് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു പറഞ്ഞു, കദാലിക, അങ്ങനെയാണ് അവരൊക്കെ ഈമാൻ കൊണ്ടത്. അതായത് അല്ലാഹു തആല 1-ന് 10 ഇരട്ടി തരൂന്ന് പറഞ്ഞാൽ ഒരു 10 മുട്ട കൊടുത്താൽ വരുമ്പോ 100 മുട്ട ഉണ്ടാവും ഉറപ്പാ. 10 കുറഞ്ഞിട്ടെങ്കിൽ കൊടുക്കും 1 കുറച്ചതാണെന്ന് ഉറപ്പാണ്. ഈ ഈമാനാണ് സ്വാലിഹീങ്ങൾക്ക് ഉറച്ച ഈമാൻ. ഓ സുഹൃത്തുക്കളെ, കൊടുക്കുമ്പം കുറഞ്ഞു പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. എപ്പോഴും അതാണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു പറയാൻ, ഹദിയ തന്നവന് ഹദിയ വെറുതെ തിരിച്ചയക്കാൻ പറ്റുമോ? മഹാനവറുകളുടെ ഉപദേശം കേൾക്കുന്ന ചില ആളുകൾ
ഉപദേശം ഇങ്ങനെ കാതോട് കേട്ടിട്ട് മനസ്സിൽ കടത്താതെ പോകുന്നവരുണ്ട്. അവരെ പറ്റി മഹാനോട് പറയാ, ഹിന്ദി തസ്തമീവത്തബിക്കി, നീ എന്റെ അടുക്കൽ വന്നൊക്കെ കേട്ടിട്ട് കണ്ണെന്ന് വെള്ളമൊൽപ്പിച്ച് പോകുന്നുണ്ടില്ലേ. വൈദാജാൽ ഫഖീറു, ഒരു പാവപ്പെട്ടവൻ നാളെ നിന്റെ അടുത്ത് വന്നാൽ യഖ്സു ഖൽബുക, നിന്റെ മനസ്സ് പിന്നെയും അതാ കറുത്തിരിക്കുന്നു, ഉറച്ചു പോയിരിക്കുന്നു. ഫദല്ല അലാ അന്ന ബുകാഅക വസമാഅക മാ കാന ഖാലിസൻ ലില്ലാഹി അസ്സ വജല്ല. അപ്പോൾ ആ യാചകനെ നീ വെറുതെ തിരിച്ചയച്ചപ്പോൾ നീ എന്റെ സദസ്സിൽ കരഞ്ഞതും എന്റെ സദസ്സിൽ നീ കേട്ടതുമൊക്കെ നീ കാപ്പട്യത്തിന്റെ കരച്ചിലും കാപ്പട്യത്തിന്റെ കേൾക്കലുമാണെന്നല്ലേ നിന്റെ ഇടപാടറിയിക്കുന്നത്. അല്ലെങ്കിൽ നീ ഒരു വയത് കേട്ടാൽ, ഉപദേശം കേട്ടാൽ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരണ്ടയോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അസ്സമാഉ ഇൻദി അവ്വലൻ ബിസ്സിർരി സുമ്മ ബിൽ ഖൽബ്. എന്റെ അടുക്കൽ നീ ഉത്ബോധനം കേൾക്കാൻ വരുമ്പോ മനസ്സുകൊണ്ട് കേൾക്കാൻ വരണേ, രഹസ്യം നന്നാക്കി വരണേ. സുമ്മ ബിൽ ജവാരിഹി ഫിൽ ഖൈരി, പിന്നെ നീ നിന്റെ അവയവങ്ങളെ കൊണ്ട് ഖൈറ് ചെയ്തുകൊണ്ടത് തെളിയിക്കണേ. ഓ സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും നല്ല ക്ഷമയുള്ളവരാകണം, എല്ലാ പ്രവൃത്തിയും നന്നാകണം. ഇനി ഒരു തഫ്സീറും കൂടി അതിന് പണ്ഡിതന്മാര് പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്താണ് ആ തഫ്സീർ? ഇമാമിങ്ങൾ പറയുന്നു, അഹ്സനു അമല എന്നതിന് മറ്റൊരു തഫ്സീർ അയ്യുക്കും അഹ്സനു അമല, അയ്യുക്കും അർളാ ബിഖളാഇഹി വഅസ്ബറു അലാ ബലാഇഹി. ഇമാം മാവർദി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ആ തഫ്സീർ കാണാം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാരാണ്? അല്ലാഹു തരുന്ന മുസീബത്തുകളിൽ ക്ഷമിക്കുന്നവരാരാണ്? ഈ പരീക്ഷണത്തിന് വേണ്ടിയാണ് മരണവും ജീവിതവും അല്ലാഹു പടച്ചു വെച്ചിട്ടുള്ളത്. അത് വലിയൊരു സംഗതിയാണ്. നല്ല ക്ഷമ വേണം. ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല. എത്ര വലിയ പരീക്ഷണം വന്നാലും പതറിപ്പോകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മനസ്സ് പതറിയിട്ടല്ലേ പലരും ആത്മഹത്യക്കൊരുങ്ങുന്നത്? ഈ മനസ്സ് പതറിയിട്ടല്ലേ അല്ലാഹുവിന്റെ ഖദറിൽ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്തത് കൊണ്ടല്ലേ പലരും വണ്ടിക്ക് തലവെക്കാൻ പോകുന്നത്, അതുപോലെ കിണറ്റിൽ ചാടാൻ പോകുന്നത്, ചിലർ ഞാൻ കിണറ്റിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പതറാൻ പാടില്ല. ഏത് മുസീബത്ത് വന്നാലും അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നല്ല ഉറച്ച ക്ഷമയും, അല്ലാഹുവിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന ചിന്തയും വേണം. ആ ചിന്ത നമുക്ക് അനിവാര്യമാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, പതറിപ്പോകരുത്. കച്ചവടത്തിൽ എത്ര തന്നെ പൊളിഞ്ഞാലും, അതേ ഭാര്യ പിണങ്ങിപ്പോയാലും, ഭർത്താവ് വിളിക്കുന്നത് നിർത്തിയാലും, ഏത് കാര്യം വന്നാലും നമ്മുടെ മനസ്സ് പതറാൻ പാടില്ല. എത്ര തന്നെ വലിയ കടത്തിൽ മുങ്ങിയാലും മനസ്സ് പതറാൻ പാടില്ല. ഞാൻ ഈ അടുത്ത് ഒരു മരണ വീട്ടിൽ പോയി ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു ആത്മഹത്യ മരണമാണ്. ഞാൻ ചോദിച്ചു, എന്തേ? അദ്ദേഹത്തിന് കുറച്ച് ദിവസമായി മാനസികമായി മനോരോഗമാണ്. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, വലിയ ലക്ഷക്കണക്കിന് കടങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ മനസ്സ് തെറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഏത് കടത്തിൽ മുങ്ങിയാലും, ഏത് മാരകമായ രോഗം വന്നാലും, ഏത് കഠിനമായ വേദന വന്നാലും മനസ്സ് പതറല്ലേ. അല്ലാഹുവിന്റെ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നമ്മളെ പ്രവർത്തന രംഗത്ത് നമ്മൾ ഒരിക്കലും തന്നെ പതറിപ്പോകാൻ പാടില്ല. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറയാണ്, ഓ മക്കളെ,
അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങൾക്ക് എന്താണോ തന്നത് ആ തന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതം നയിക്കണേ. ഒരിക്കലും തന്നെ ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ പതറിപ്പോകരുതേ. മനുഷ്യൻ എന്ത് വിഷയം വന്നാലും പതറിപ്പോകാൻ പാടില്ല. അവിടെ നല്ല ഉറച്ച ഈമാൻ, അത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് നടക്കുകയാണ്. അതിൽ ഞാൻ തൃപ്തിപ്പെട്ടു കൊണ്ടുപോവുകയാണ്. അങ്ങനെ വേണം. ഞാൻ ഈ അടുത്ത് ഒരാളെ രോഗം കാണാൻ പോയി. അദ്ദേഹത്തിന്റെ അനുജൻ ഈ അടുത്ത് മരിച്ചിട്ടേ ഉള്ളൂ, പെട്ടെന്ന് മരിച്ചതാണ്. അദ്ദേഹം പിന്നീട് ആശുപത്രിയിലായി. അതിന്റെ കൂടെ വേറെയും ചില രോഗം വന്നു. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കെട്ടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ചെന്ന് എന്തായി രോഗം നീച്ചപ്പോ വേഗം അദ്ദേഹം അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനസ്സ് വേണം, നല്ല വിശാലമായ മനസ്സ് വേണം. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. പരിഹരിക്കുന്നവൻ അള്ളാഹുവാണ്, അവരിലേക്ക് ഖൽബ് തിരിയണം. നമ്മളൊരിക്കലും പതറിപ്പോകാൻ പാടില്ല. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റമളാൻ, അതേ 17ാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഹിജ്റ 545 നൽകിയ ഒരു ഉത്ബോധനം. ആ ഉത്ബോധനത്തിൽ പറയാണ്, മൻ അറാദ അൻ യഹ്സുല ലഹു ദിളാ ബിഖളാഇല്ലാഹി അസ്സ വജല്ല, പടച്ചവന്റെ ഖളാ കൊണ്ട് തൃപ്തി കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടോ, ഫൽയുദിം ദിക്റൽ മൗത്ത്, അവൻ മരണത്തെ ഓർമ്മിക്കുന്നത് നിലനിർത്തട്ടെ. ഫഇന്ന ദിക്റഹു, മരണത്തെ ഓർമ്മിക്കുകയെന്നത് യുഹവ്വിനുൽ മസാഇബ വൽ ആഫാത്ത്, എല്ലാ മുസീബത്തുകളെയും എല്ലാ ആപത്തുകളെയും അത് മനസ്സിൽ ചെറുതാക്കി കാണിച്ചു തരും. മരണത്തെ ഓർമ്മിക്കുന്നത് അവൻ സ്ഥിരപ്പെടുത്തട്ടെ. വലാ തത്തഹിംഹു അലാ നഫ്സിക വഅലാ മാലിക വഅലാ വലദിക, നിന്റെ നഫ്സിന്റെ ശരീരത്തിന്റെ മേലോ നിന്റെ സമ്പത്തിന്റെ മേലോ നിന്റെ സന്താനങ്ങളുടെ മേലോ നീ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കല്ലേ. അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വേണം. ഖുൽ, നീ പറയൂ, റബ്ബി അലമു ബി മിന്നീ, എന്നെ കൊണ്ട് എന്നെക്കാൾ അറിയുന്നവൻ എന്റെ റബ്ബാണ്. ഫൈദാതും തഅലാ ദാലിക, എന്നെ കൊണ്ട് എന്നെക്കാൾ അറിയുന്നവൻ എന്റെ റബ്ബാണെന്ന് നീ ശരിക്ക് മനസ്സിലുറപ്പിച്ച് ആ തീരുമാനത്തിൽ അങ്ങ് ഉറച്ചു നിന്നാൽ, ജാഅത്ക ലദ്ദത്തുർ റിളാ വൽ മുവാഫഖാ, പടച്ചവൻ എന്ത് തന്നോ അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസിക അവസ്ഥ എന്നല്ല, അതിന്റെ ഒരു രസം നിനക്ക് അല്ലാഹു തരും. അല്ലാഹു തന്ന മുസീബത്തിൽ നിനക്ക് രസം അനുഭവിക്കാൻ സാധിക്കും. അത് വേറെ ഒരു വിഷയമാണ്. സുഹൃത്തുക്കളെ, വലിയ വേദനയാണ് പ്രസവത്തിന്, എന്നിട്ട് സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ പറയുന്നു. അപ്പോഴെന്താണ് സുഖപ്രസവം? സുഖപ്രസവം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടുക. നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടുന്നു, സുഖപ്രസവമാണ്. കാരണം അതൊരു സുഖാണ്, അതൊരു സുഖമാണ്, അതൊരു ആസ്വാദനമാണ്. കാരണം നല്ല കുട്ടിയെ കിട്ടുന്നു. അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവിച്ച സ്ത്രീ പിന്നെയും പ്രസവിക്കാൻ ഒരുങ്ങുന്നില്ലേ? എന്താ പ്രസവിക്കാനല്ല, പ്രസവിക്കാൻ ഒരുങ്ങുന്നില്ലേ? എന്തേ? കുട്ടിയെ കിട്ടും. ഇതുപോലെ അല്ലാഹു എനിക്കൊരു മുസീബത്ത് തന്നാൽ, എനിക്കൊരു ഞെരുക്കം തന്നാൽ, എനിക്കൊരു പ്രയാസം തന്നാൽ, അതിനെല്ലാം ക്ഷമിച്ചു നിൽക്കുമ്പോൾ ആ വകയിൽ വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും തരും. അത് കിട്ടുമെന്ന പ്രതീക്ഷ നിനക്കുണ്ടായാൽ, പടച്ചവനെ കുറിച്ച് നല്ല ധാരണയുണ്ടായാൽ, പിന്നെ നിനക്കത് രസമായി തോന്നും. അതല്ലേ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഫാത്തിഹ സൂറത്ത് സംസാരിക്കുമ്പോഴാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നല്ലോ, മഹാനായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന് അതാ ഒരു എന്താണ് നമ്മളെ അനാറിന് എന്താ പറയാ, റുമാൻ പഴം തിന്നണമെന്നൊരാഗ്രഹം. മരുഭൂമിയിലൂടെ അങ്ങനെ പോവാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്നേകൽ കേട്ടാരേ ഇരുന്നോവർ,
മഹാന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുന്ന യാത്രകളുണ്ട്. ആ യാത്രയിൽ വലിയൊരാഗ്രഹം, റുമ്മാൻ പഴം തിന്നണം. പോകുമ്പോൾ നല്ലൊരു റുമ്മാന് കണ്ടു, കിട്ടി, ഹലാലായത് തന്നെയാണ്. മഹാനവറുകൾ പൊളിച്ച് തിന്നപ്പോൾ പുളിക്കുന്നു, അതവിടെ ഇട്ടു, നടന്നു. കുറെ അങ്ങോട്ടെത്തുമ്പോ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടന്നിരിക്കുന്നു. ആ കിടന്ന മനുഷ്യനെ കടന്നലുകൾ വന്നിങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പേര് വിളിച്ചിട്ടാണ് സലാം മടക്കുന്നത് ആ മഹാൻ. കൈഫ അറഫ്തനി, നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ മനസ്സിലായത്? ഇബ്രാഹിമേ, ഇദാ മൻ ഖാഫ അല്ലാഹ ലം യഖ്ഫ അലൈഹി ശൈ. അള്ളാഹിനെ ശരിക്ക് ഭയപ്പെട്ടവന് ഒന്നും മനസ്സിലാകാത്തതൊന്നും ഉണ്ടാവില്ല. അള്ളാഹിനെ ശരിക്ക് പേടിച്ചാൽ മനസ്സിലാകാത്തതൊന്നും ഉണ്ടാവില്ല. ഓ, എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ നല്ലൊരാളാന്ന് തോന്നല്ലോ, അള്ളാഹിനോടൊന്നും ദ്വാരുന്നൂടെ? ഈ കടന്നലിന്റെ കുത്തൊന്ന് വായിക്കട്ടെ. അപ്പോഴാ പറഞ്ഞു, ഇത് നല്ല രസമുള്ള കുത്തല്ലേ, ഇത് നല്ല രസമുള്ള കുത്തല്ലേ. അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊരു വലിയ മഹാനല്ലേ, നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് ദ്വാരുന്നൂടെ? റുമ്മാമ്പഴം തിന്നണമെന്നൊരാഗ്രഹം എനിക്ക് തരണ്ട എന്ന് നിനക്കന്ന് ദ്വാരുന്നൂടെ? അള്ളാഹിനോട് പുളിച്ചിട്ട് എറിഞ്ഞു വന്നതല്ലേ. അപ്പോഴാണ് ഇബ്രാഹിമുൽ ഖവാസുകൾ ഇങ്ങനെ നോക്കുകയാണ്, എന്തായി പറയുന്നത്? ആ മഹാൻ പറയുന്നു, ഇത് രസമുള്ള കുത്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇതൊരു മുസീബത്താണ്. ഏത് മുസീബത്തിനും അല്ലാഹുവിങ്കൽ വെച്ച് പ്രതിഫലം കിട്ടൂലേ. അപ്പൊ എനിക്ക് അള്ളാന്റെ കൂലി കിട്ടുന്ന കുത്താണിത്. അതുകൊണ്ട് ഇത് രസമുള്ള കുത്താണ്. ചിലർക്ക് തോന്നൂലേ, അയാളെ ചീത്ത പറഞ്ഞാൽ അയാൾക്ക് വല്ലാത്ത വിഷമുണ്ടാവും, അയാളെ ദുഷിച്ച് പറഞ്ഞാൽ വലിയ വിഷമുണ്ടാവും. മഹാന്മാർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല. എല്ലാവരും ചീത്ത പറഞ്ഞാലും, എല്ലാവരും തെറി പറഞ്ഞാലും, എല്ലാവരും കല്ലെറിഞ്ഞാലും അതവർക്കൊരു രസമാണ്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതെ, ഇത് നല്ല രസമുള്ള കുത്താണ് ഇബ്രാഹിമേ. നിങ്ങൾക്കുള്ള കുത്തുണ്ടല്ലോ, റുമ്മാമ്പഴത്തിന്റെ കുത്ത്, വല്ലാത്ത വേദനയുള്ള കുത്താണത്. കാരണം അതൊരനുഗ്രഹം അനുഭവിക്കലാണ്. ആ അനുഗ്രഹം അനുഭവിച്ച് നിങ്ങൾ നല്ല റുമ്മാന് തിന്നാൽ അതിന്റെ ഓരോ മണിയെക്കുറിച്ചും അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമാണ്. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. ആഗ്രഹിച്ച റുമ്മാന് തന്നില്ലേ, നന്ദി എന്ത് ചെയ്തു എന്ന ചോദ്യമാണ്. അത് ആഖിറത്തിൽ വെച്ച് ചോദ്യത്തിന്റെ കുത്താണ്. ഇത് നല്ല രസമുള്ള കുത്താണ്, എനിക്ക് ആഖിറത്തിൽ കൂലി കിട്ടുന്ന കുത്താണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, ചിലര് മക്കളില്ലാത്തവരില്ലേ, ചിലർ രോഗമുള്ളവരില്ലേ, ചിലര് അതാ ഗർഭമായിട്ട് 6ഉം 7ഉം പ്രാവശ്യം ഗർഭിണികളായിട്ട് അബോഷനായി പോയി വേദനിക്കുന്നവരില്ലേ, ചിലര് ഭർത്താവ് പെട്ടെന്ന് വിട പറഞ്ഞു പോയവരില്ലേ, ചിലരതാ മക്കളെ കൂട്ടത്തിൽ ഒന്ന് കൈകാല് കുഴഞ്ഞ് കിടക്കുന്നവരില്ലേ, മറ്റൊന്നതാ മറ്റു നിലക്ക് എന്തെങ്കിലും മാനസികമായ രോഗമുണ്ടായിട്ട് മക്കളെയും കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നവരില്ലേ. ഇങ്ങനത്തെ ഏത് വിഷമം വരുമ്പോഴും എനിക്കെന്തിനാണ് പടച്ചവന് തന്നതെന്ന് അള്ളാഹനെ തെറ്റിദ്ധരിക്കുന്ന ചിന്ത വന്ന് ഈമാൻ പോയി പോകരുതേ. അതിന് പകരം ഇതൊക്കെ എനിക്കല്ല സമ്മാനം തരികയാണ്, ആഖിറത്തിൽ കൂലി കിട്ടാനാണ്. എന്റെ മുട്ടിന്റെ വേദനയും ഉരവേദനയും തലവേദനയും അല്ല, ഇനി അതിനപ്പുറം ട്യൂമറോ ക്യാൻസറോ ഹാർട്ട് രോഗമോ കിഡ്നി രോഗമോ എന്ത് വന്നാലും ഈമാനുണ്ടോ? അല്ലാഹു തന്നതിൽ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? ആഖിറത്തിൽ പ്രതിഫലം വാരിക്കൂട്ടാനുള്ള അവസരമാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞു ബാപ്പ ഉമ്മയെ സംബന്ധിച്ചു. ബാപ്പാക്ക് ഇപ്പോൾ ചന്നി രോഗമാണ്, അല്ലെ ഉമ്മാക്ക് ചന്നി രോഗമാണ്. ഉസ്താദെ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഉമ്മ പിന്നെയും ചീത്ത പറയുന്നു, കേൾക്കാനാകുന്നില്ല. അല്ലെങ്കിൽ ബാപ്പ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ബാപ്പ കടുത്ത ചീത്ത പറയുന്നു, വരുന്നവരോടൊക്കെ ഞങ്ങളെ കുറ്റം പറയുന്നു. വേവലാതിപ്പെടരുത്, പ്രയാസപ്പെടരുത്, ഇത് സമ്മാനമാ. അത് ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ? ആ ചന്നി രോഗമുള്ള ആ ബാപ്പയുടെ ദുസ്വഭാവത്തിൽ നീ ക്ഷമിക്കുന്നുണ്ടോ?
ഉമ്മയുടെ സ്വഭാവത്തിൽ ക്ഷമിക്കുന്നുണ്ടോ? പരീക്ഷണമാണ് കേട്ടോ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്ന പരീക്ഷണമാണ്. ഈ പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ നല്ല ക്ഷമ വേണം. അതാണ് ഇമാം മാവർദി തങ്ങള് പ്രത്യേകം അതാ ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത്. ആരാണ് മുസീബത്തിൽ ക്ഷമിക്കുന്നതെന്ന് പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഏത് പ്രയാസം വരുമ്പോഴും ക്ഷമ കൈക്കൊള്ളാൻ കഴിയണം. ഓ സുഹൃത്തുക്കളെ, അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഫൈദാദും തഅലാദാലിക, മുസീബത്ത് വരുമ്പോൾ നീ അങ്ങ് ക്ഷമിച്ചു നിന്നാൽ, അത് പതിവാക്കിയാൽ ജാഅത്ക ലദ്ദത്തുർ റിളാ, സംതൃപ്തിയുടെ രസം നിനക്ക് അല്ലാഹു തരും. വൽ മുവാഫഖ, എന്നെ പടച്ചെനിക്ക് വെള്ളവും ഭക്ഷണവും ഓക്സിജനും കണ്ണും കയ്യും കാലും നാവും എല്ലാം തന്ന എന്റെ രാജാവിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. എനിക്ക് കംപ്ലൈന്റ് ഇല്ല, പരാതിയില്ല. അല്ല തന്നത് ഞാൻ പൊരുത്തപ്പെടുന്നു എന്ന നല്ല മനസ്സോട് പോകുമ്പോൾ നിനക്കതിന് രസം തരും അല്ലാഹു തആല. ഫതദ്ഹബുൽ ആഫാതു ബിഉസൂലിഹാ വഫുറൂഇഹാ, നീ അങ്ങനെ നല്ല മനക്കരുത്തോടെ ക്ഷമിച്ചു നിന്നാൽ അല്ലാഹു തആല മുസീബത്ത് വേരോടെ അങ്ങ് എടുത്തു കളയും. അതിന്റെ കൊമ്പുകളും എടുത്തു കളയും, അതിന്റെ മുരടും അല്ല എടുത്തു കളയും. മുസീബത്ത് നീക്കി നിനക്ക് അല്ലാഹു തആല ധാരാളം ഖൈറങ്ങ് ചൊരിച്ചു തരും. അതിന് കഴിവുള്ളവനാണ് അല്ലാഹ്. ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ 3 കാലം പോറുത്ത് നടന്നവർ നന്നായി ക്ഷമിച്ച് ജീവിച്ചു. ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പിന്നെ മഹാനവറുകൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ വലിയ സ്ഥാനം കൊടുത്തു. ക്ഷമിക്കാതെ നേടാൻ കഴിയൂല. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, നന്നായി ക്ഷമിച്ചു പഠിക്കണം, അധ്വാനിച്ച് പഠിക്കണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യങ്ങളും തരുന്നത്. മഹാനവറുകൾ പറയുന്നത് മുസീബത്തുകൾക്ക് പകരം അല്ലാഹു നിഅമത്തുകൾ തരും, നല്ല നല്ല സംഗതികൾ തരും. ലിമാ വാഫഖത വതലദ്ദത ബിർളിളാ ഫീ ഹാലിൽ ബലാഇ ജാഅത്ക നിഅമു മിൻ കുല്ലി ജാനിബിൻ വമകാൻ. എല്ലാ ഭാഗത്തും പിന്നെ നിനക്ക് അല്ലാഹു തആല ഖൈറിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു തരും. അതിനാദ്യം മുസീബത്ത് വരുമ്പോൾ നല്ല ക്ഷമ വേണം, പതറിപ്പോകാൻ പാടില്ല. ഈ ഒരു പരീക്ഷണവും അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ വെച്ചിരിക്കുന്നു. അതാണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത് അയ്യുക്കും അഹ്സനു അമലാ. ഇനി അതിന്റെ തൊട്ടടുത്ത വാക്ക് വഹുവൽ അസീസുൽ ഗഫൂർ. എല്ലാവരും എഴുന്നേറ്റ് ദിക്ർ ചൊല്ലണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. നമുക്ക് തീരെ ക്ഷമയില്ലാതെയായി പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ ജനറൽ ബോഡി വരെ കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പം പ്രസിഡന്റ് അല്ലാതെയായി. അപ്പോഴേക്ക് മനസ്സ് പതറിപ്പോയി. പിന്നെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല, മുഖമൊക്കെ ആകെ കറുത്തിരുണ്ടുപോയി. പിന്നെ പതറിപ്പോയി, ശരീരം തന്നെ മെലിഞ്ഞുപോയി. ഇതുവരെ പ്രസിഡന്റ് ആയിരുന്നു, പ്രസിഡന്റ് അല്ലാതെയായി പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ പ്രസിഡന്റ് ആയിട്ട് എന്ത് കിട്ടാനാ? എന്തൊക്കെ ഒരു ഖിദ്മത്ത് ചെയ്യാനാണോ, സേവനം ചെയ്യാനാണോ? എങ്കിൽ അത് പ്രസിഡന്റ് അല്ലെങ്കിലും ചെയ്യാലോ. വേറെ ഒരാൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത്രയും സൗകര്യമല്ലേ? അങ്ങനെ ചിന്തിക്കാനുള്ള നല്ല മനസ്സ് വേണം. അതേ സമയത്തൊരു നല്ല കാര്യത്തിൽ എനിക്ക് പ്രവർത്തിക്കണം എന്ന നിലക്കൊരാൾ പ്രസിഡന്റ് ആകേണ്ടി വന്നാൽ ആകണം, അതുപോലെ സെക്രട്ടറി ആകേണ്ടി വന്നാൽ ആകണം. അത് മറ്റൊരു കാര്യമാണ്.
സുഹൃത്തുക്കളെ, സ്ഥാനം തെറിക്കുമ്പോൾ പതറുന്നവരാകരുത്, പണം കുറയുമ്പോൾ പതറുന്നവരാകരുത്, ആരോഗ്യം ക്ഷയിക്കുമ്പോൾ പതറുന്നവരാകരുത്. കുട്ടിയെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയിൽ ഗർഭിണിയായ പെണ്ണ് അതലസുമ്പോൾ പതറിപ്പോകരുത്. അതുപോലെ മക്കളില്ലാതിരിക്കുമ്പോൾ പതറിപ്പോകരുത്. അതേ, കല്യാണം നടക്കുമെന്ന് കരുതിയതാണ്, പക്ഷേ നിശ്ചയിച്ചതിന് ശേഷം നടന്നില്ല, പതറിപ്പോകരുത്. വല്ലാത്തൊരു ആഹൃസമാനല്ലേ ഇത്. ഇന്നലെയോ ഒരാളെന്നോട് പറഞ്ഞു, ഈ അടുത്ത ദിവസം തീയതിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം, ആ പെൺകുട്ടി ആരുടെയോ ഒരുത്തന്റെ പിന്നാലെ പോയി കളഞ്ഞു. ഒരു മുസ്ലിം പെൺകുട്ടിയാ പോയത്, ഏതോ ഒരുത്തന്റെ പിന്നാലെയാ. എന്നിട്ട് അവര് വീട്ടുകാരെ വിളിച്ചിട്ട് പറയാ, കല്യാണം ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടണ്ടേ പങ്കെടുത്തോളി. ഇങ്ങനത്തെ നന്ദിയില്ലാത്ത പെൺകുട്ടികളുള്ള കാലമാണ്, നന്ദിയില്ലാത്ത മക്കളുള്ള കാലമാണ്. അവിടെയും ബാപ്പ ഉമ്മ പതറിപ്പോകരുത്. ഏത് മുസീബത്ത് വന്നാലും മനസ്സ് പതറിപ്പോകരുത്. മനക്കരുത്തോടെ വിഷയങ്ങളെ നേരിടാൻ കഴിയണം. സുഹൃത്തുക്കളെ, മനക്കരുത്തോടെ വിഷയങ്ങളെ നേരിടാൻ കഴിയണം. വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു തആല ഏറ്റവും വലിയ പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്. അവൻ തീരുമാനിച്ചത് നടപ്പാക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്നവർ, കുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവർ, എനിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന ധാരണയിൽ ജീവിക്കണ്ട. തമ്മാടിത്തം ചെയ്താൽ, തോന്നിവാസം ചെയ്താൽ, നന്ദികേട് ചെയ്താൽ, വിശ്വസിക്കേണ്ടതിനെ തള്ളിപ്പറഞ്ഞാൽ, അല്ലാഹു ബഹുമാനിച്ചവരെ നിന്ദിച്ചാൽ, അക്രമങ്ങൾ പ്രവർത്തിച്ചാൽ, അനാശാസ പ്രവണതകളിൽ ഏർപ്പെട്ടാൽ, അങ്ങനെ വർഗീയതയുണ്ടാക്കിയാൽ, ഭീകരവാദിയായാൽ, അവിടെയൊന്നും പടച്ചവൻ എന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ധാരണ വേണ്ട. വഹുവൽ അസീസുൽ ഗഫൂർ. അവൻ പ്രതാപിയാണ്, അവനേത് നടപടിയും എടുക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ അവൻ ആ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് അവന്റെ കാരുണ്യത്തിന്റെയും മഗ്ഫിറത്തിന്റെയും അതാ ഭാഗമാണ്. റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ ഓതാറില്ലേ? പെട്ടെന്ന് തന്നെ അല്ലാഹു തആല ശിക്ഷ നടപ്പിലാക്കുന്നില്ല, പിന്നെയും പിന്നെയും നന്നാകാനുള്ള ചാൻസ് നൽകുകയാണ്. ഇനിയെങ്കിലും നന്നാകട്ടെ, ഇനിയെങ്കിലും ചിന്തിക്കട്ടെ. നന്നാകാൻ അല്ലാഹു ചാൻസ് നൽകുകയാണ്. ആ റബ്ബ് തരുന്ന ചാൻസ് കണ്ടിട്ട് പെട്ടുപോകണ്ട. അവൻ ഉന്നതനാണ്. കണ്ടിട്ടില്ലേ ഖാറൂൻ മുതലാളി? ആ ഖാറൂൻ മുതലാളി അവന് പണമുണ്ടായപ്പോൾ വല്ലാതെ അഹങ്കരിച്ചു. ആളുകളൊക്കെ അവനോട് പറഞ്ഞു, അബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഖാറൂനേ, നിനക്ക് അല്ലാഹു തആല തന്നതുകൊണ്ട് നീ പാരത്രിക ലോകം തേടണേ. വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിനക്ക് ഇങ്ങോട്ട് ഗുണം ചെയ്തു തന്നതുപോലെ നീ ഗുണം ചെയ്യണേ, നല്ല കാര്യം ചെയ്യണേ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്. ഭൂമിയിൽ നീ നാശമുണ്ടാക്കരുതേ, നീ ഭീകരവാദിയാകരുതേ, തീവ്രവാദിയാകരുതേ, അക്രമം കാണിക്കരുതേ, അഹങ്കാരിയാകരുതേ. അഹങ്കാരിയായ ഖാറൂൻ അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? അവന്റെ മറുപടി, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അതൊക്കെ എന്റെ വിവരത്തിന്റെ മഹിമ കൊണ്ട്, എന്റെ വലിയ വിവരത്തിന്റെ മഹിമ കൊണ്ട് കിട്ടിയതാണ് എന്ന് അഹങ്കാരം പറഞ്ഞു ഖാറൂൻ. അവനെ അല്ലാഹു തആല ഭൂമിയിൽ പിടിച്ച് താഴ്ത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. അഹങ്കാരികൾക്ക് അല്ലാഹു തആല നടപടി സ്വീകരിക്കാൻ പ്രതാപമുള്ളവനാണ്. നമ്മുടെ സബ് ഇൻസ്പെക്ടർ അവറുകൾ നമ്മുടെ സിറാജുൽ ഹുദയുടെ ഒരു പള്ളി ഇവിടെ ഈ ടൗണിൽ ഉള്ളതുപോലെ കല്ലാച്ചിയിലും ഒരു പള്ളിയുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ. ആ പള്ളിയുടെ കോമ്പൗണ്ട് കയറിയിട്ടാണെന്ന് തോന്നുന്നു ഒരു കവർച്ച നടത്തിക്കളഞ്ഞു ഒരു കൂട്ടര്.
ആ കവർച്ച നടത്തിയ കക്ഷികളെ വളരെ സമർത്ഥമായി SI സാറ് അധ്വാനിച്ച് പിടികൂടി. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ സദസ്സിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ബഹുമതി നൽകണം എന്ന് സംഘാടകർ തീരുമാനിച്ചു. എന്നോട് സമ്മതം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വളരെ നല്ലത്. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചതനുസരിച്ച് വന്നതാണ്. അതിനാൽ ഞാൻ 5 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് സാധാരണ പോലെ ഒരു ചരിത്രം നമുക്ക് അവസാനം പറയാനുണ്ട്. അത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കും. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് നന്മ വിതരണം ചെയ്യുന്ന സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി 5 മിനിറ്റ് മാറ്റിവെക്കുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ നാദാരം പോലീസ് സബ് ഇൻസ്പെക്ടർ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. നമ്മുടെ നാട്ടുകാരെയൊക്കെയും വിഷമിപ്പിക്കുന്ന ഒരു വലിയ കവർച്ച നമ്മുടെ പരിസരത്ത് വെച്ച് നടന്നു. ഭയമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരാവാനാണ് സാധ്യത, അത്രയും പരിചയമുണ്ടായിരിക്കുമെല്ലാം പലതും സംസാരം വന്നു. ഒരു ബന്ധവുമില്ലാതെ, ഒരു അടയാളവുമില്ലാതെ, ഒന്നും അവശേഷിപ്പിക്കാതെ വളരെ സമർത്ഥമായി എല്ലാം നടത്തി സ്ഥലം വിട്ടവരെ ശാസ്ത്രീയമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനം വിധം, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അഭിമാനം നൽകും വിധം ആ തസ്കരരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട SI സാറിനെ അഭിമാനത്തോടുകൂടി തന്നെ ഒരു വലിയ ആത്മീയ സദസ്സിൽ വെച്ച് തന്നെ അഭിനന്ദിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു സന്തോഷവും കൂടിയുണ്ട് ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുമ്പോൾ. കാരണം ഒരൊറ്റൊരാളും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടുകാർ ആ കള്ളന്മാരിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരെ നമുക്കിവിടെ ക്ഷണിക്കാൻ കഴിയില്ല. കള്ളന്മാരുടെ നാട്ടുകാരെന്ന പേര് നമുക്കും വരാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷേ അതില്ലാതെയും നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ടവരോട് നമുക്കുള്ള ആദരവ് നമുക്കെല്ലാവർക്കും വേണ്ടി സമസ്ത കേരള സുന്നി വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആദരിക്കുകയാണ്. എല്ലാ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ച് തിരക്കിനിടയിൽ ഇവിടെ വന്ന ബഹുമാനപ്പെട്ടവരോട് നമുക്കെല്ലാവർക്കുമുള്ള കടമ അത് സന്തോഷം നിറയുന്ന സ്വാഗത ഹാരങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിന്റെ അഭിമാനമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ടവരെ ഇവിടെ ക്ഷണിച്ചതും വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ നമ്മുടെ ജില്ലയുടെ അഭിമാനമാണ്, അല്ല നമ്മുടെ താലൂക്കിന്റെ അഭിമാനമാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലും നമ്മുടെ വടകര താലൂക്കിലും പെട്ട ഒരു ഇൻസ്പെക്ടർ എന്ന നിലക്ക് നമുക്കും അതിൽ അഭിമാനമുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. മഹാനവകളെ നമുക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട സുന്നി വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പേരോട് ഉസ്താദ് മൊമെന്റോ നൽകി ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട SI സാറിനെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ട് വാക്ക് നമ്മുടെ ഉത്ബോധനത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉത്ബോധനം തന്നെയാണ് നടത്തുക. അതുകൊണ്ട് 2 വാക്ക് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കും. ബഹുമാന്യനായ പേരോട് ഉസ്താദ്, വേദിയെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ, ഞാനെന്തോ ഒരു വലിയ നന്മ ചെയ്തു എന്നൊരു തോന്നൽ എനിക്ക് സദസ്സിൽ വന്നപ്പോൾ തോന്നി. കാരണം ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ബഹുമാന്യനായ പേരോട് ഉസ്താദിൻ്റെ സംഗീതമധുരമായ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി വഴിമാറി തന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവിടെ നിർത്തിവെച്ച് അല്പസമയം എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അത്ര വലിയൊരു മനുഷ്യൻ
എന്നെപ്പോലെ ഒരു സർക്കാർ സർവീസിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സമയവും അദ്ദേഹത്തിൻ്റെ ഒരു വേദിയും മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഞാൻ വലിയൊരു നന്മ ചെയ്തു എന്ന ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ്. ആ ബോധ്യം അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ്റെ പേരിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ വേദിയിലേക്ക് എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കേസ് ഡിറ്റക്ട് ചെയ്തത്. പാവപ്പെട്ടവൻ്റെ മുതലുകൾ അപഹരിച്ചു പോകുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് പ്രവാചകന്റെ കാലം തൊട്ടേ അക്ഷന്തവ്യവുമായിട്ടുള്ള തെറ്റായിട്ട് സമൂഹം കരുതി പോരുന്ന ഒന്നാണ്. അവിടെ ഭരണകൂടം ഇടപെടുക, അവന് വേണ്ടിയിട്ട് അവൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ ഒരു മാനുഷികതയുടെ ഭാഗമാണ്. ആ പണി ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾക്കതിന് ശമ്പളം തരുന്നു. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ജോലി ചെയ്തേ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു അംഗീകാരം, ഈ ഒരു അനുമോദനം എന്ന് പറയുന്നത് വലിയ പ്രോത്സാഹനമാണ്. ഇനിയും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു വിശിഷ്ടമായൊരു വേദിയിൽ ഇത്ര മനോഹരമായ ഒരു സദസ്സിൽ വെച്ചിട്ട്, അതും പണ്ഡിതശ്രേഷ്ഠനായ പേരോട് ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഒരു മൊമെൻറ്റോ തന്നിട്ട് നമ്മളെ അനുമോദിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ വേദിയും നാദാപുരത്തുള്ള ഈ ഒരു രാത്രിയും. എല്ലാവർക്കും പടച്ചവൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടിയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. ഞങ്ങളെ ഈ ആത്മീയ വേദികളിൽ ഞങ്ങൾ കൈമുട്ടൽ പതിവില്ല. അതുകൊണ്ടാണ് കൈമുട്ടാത്തത്. അല്ലാതെ സാറിൻ്റെ വാക്കുകൾക്ക് അംഗീകാരമില്ലാത്തത് കൊണ്ടല്ലാതെ തെറ്റിദ്ധരിക്കരുത്. കാരണം തെറ്റിദ്ധാരണകളുടെ വഴികളെല്ലടി അടച്ചു കളയണമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ സാധാരണയായി ഈ ആത്മീയ വേദികളിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് അങ്ങനെ പറയും. അതിൻ്റെ അർത്ഥം ദൈവം വലിയവനാണ് എന്നാണ്. അതിലപ്പുറം വേറൊന്നും അതിൻ്റെ അർത്ഥമില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത് ദൈവം വലിയവനാണ് എന്ന് പറയുന്ന പതിവാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ആരും കൈമുട്ടാതില്ലേ. അപ്പോൾ ഏതായിരുന്നാലും വന്നതിലും സ്വീകരിച്ചതിലും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഇനിയും SI സാറിനും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ നാട്ടിൽ നീതിയും സത്യവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ലോകസൃഷ്ടാവായ പടച്ചവൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അത് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ് ആ വിനയത്തിൽ നിന്ന് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തി. സാധാരണ പോലെ അവസാനം ഒരു ചരിത്രം പറയുന്ന പതിവുള്ളതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് കടക്കുന്ന ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാനുള്ളത് ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അതുപോലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച്, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ സംസാരിക്കാനുണ്ട്. ലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യാ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ എന്നതിന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തഫ്സീറുണ്ട്. അത് വേറെ ഒരുപാട് തഫ്സീറുകളിൽ കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാളെ മുതൽ സംസാരിക്കാനുണ്ട്. തബാറക്ക സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെയും അവൻ്റെ അധികാരത്തെയും നമ്മുടെ മനസ്സിൽ കുടികൊള്ളിക്കുക എന്നതാണ്. അതിലൂടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയെടുക്കുക എന്നതാണ്. അതാണ് നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. സാധാരണ പോലെ ഒരു ചെറിയ സംഭവം ഞാൻ ഈ സമയത്ത് പറയാം. മഹാനായ അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. രണ്ടുപേരും ഒരു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരും അവരുടെ എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതാ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീ കടന്നു വന്നു. കൂടെയുള്ളവരാ പോയിരിക്കുന്നു. അതാ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് ഉള്ളത്. അപ്പോഴാണ് ഈ സ്ത്രീ കയറി വരുന്നത്.
ഒരു ഗ്രാമീണയായ സ്ത്രീയാണ്, നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ്. കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അതാ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിസ്കാരം വളരെ ചുരുക്കി നിസ്കരിച്ചു. അവൾ എന്തോ ഒരു കാര്യത്തിന് വന്നതായിരിക്കും, അവളെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാമെന്ന നിലക്ക് നിസ്കാരം ചുരുക്കി. സൽസ്വഭാവികൾ അങ്ങനെയാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ സൽക്കർമ്മം കൊണ്ട് പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നിസ്കാരം ചുരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നാൽ നിസ്കാരം ചുരുക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ സുന്നത്ത് നിസ്കാരം ചുരുക്കും. എന്നിട്ട് അവരുടെ കാര്യം നിർവഹിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും നിസ്കാരത്തിലേക്ക് കടക്കും. അതാ റളിയല്ലാഹു അൻഹു ചുരുക്കി നിസ്കാരം നിർവഹിച്ചു. ചുരുക്കി നിസ്കാരം നിർവഹിച്ചിട്ട് അത് വലിയ പാഠമാണ് നമുക്ക്. നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആൾ വന്നാൽ അവരെ കൂടുതൽ ഇരുത്താൻ പാടില്ല. പക്ഷെ വിവരം അറിയണം. ഞാൻ ഇന്നാൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം കല്യാണത്തിന് ക്ഷണിക്കാൻ അവൻ്റെ 3 മണിക്കൂർ കാത്തുനിന്നു എന്ന് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു. എനിക്ക് വല്ലാതെ സങ്കടമായി. അതൊരാവശ്യമില്ല, ഒരു ഫോൺ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോണിൽ സംസാരിച്ചാൽ പോരെ, ധാരാളം മതി. പക്ഷേ ചിലർക്ക് ബഹുമാനിച്ച് പോരെ എന്നൊരു തോന്നലാണ്. അതിൻ്റെ ആവശ്യമില്ല. ടെലിഫോൺ എന്ന് പറഞ്ഞത് അത്ര ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒന്നുമല്ല. ടെലിഫോൺ ആവശ്യത്തിന് വിളിക്കാനുള്ളതാണ്. അപ്പോൾ ഇരിക്കട്ടെ, വളരെ പെട്ടെന്ന് ഒരാളൊരു വിഷയത്തിൽ വന്ന ആളെ വേഗം വിട്ടുകൊടുക്കണം. മഹാനായ അതാ റളിയല്ലാഹു അൻഹു നിസ്കാരം വളരെ പെട്ടെന്ന് തീർത്ത് മഹാനവറുകൾ വന്ന് ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യം എന്ന് ചോദിച്ചു വന്ന സ്ത്രീയോട്. അപ്പോൾ അവള് ഉടനെ തന്നെ പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. അവള് പറഞ്ഞ മറുപടി, എനിക്ക് ഭർത്താവില്ല, നിങ്ങൾ വരൂ, എന്റെ ഇംഗിതത്തിന് വഴിപ്പെടൂ എന്നാണ് ഇവള് പറയുന്നത്. അതാ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ആരുമില്ലാത്ത സമയത്ത് സുന്ദരിയായ ഈ പെണ്ണ് വന്ന് ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇലൈക്ക് അന്നി, പൊയ്ക്കോ പുറത്ത്. ലാ തുഹരിഖീനി വനഫ്സകി ബിന്നാർ, എന്റെ ശരീരവും നിന്റെ ശരീരവും നീ നരകം കൊണ്ട് കരിക്കണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും അവളുടെ അതേ വാദം തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവൾ പോകുന്നില്ല. അവൾ ആവർത്തിച്ച് തെറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അതാ റളിയല്ലാഹു അൻഹു ഇരുന്നങ്ങ് കരഞ്ഞു. സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ചിന്തയുള്ളവർ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, മരണവും ജീവിതവും അല്ലാഹു തആല പടച്ചു വെച്ചത്, അല്ലാഹു തആല വെച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമലാ, ആരാണ് പ്രവൃത്തി നന്നാക്കുന്നത്, നല്ല പ്രവൃത്തി എന്ന് പരീക്ഷിക്കാനാണ്. അതാ റളിയല്ലാഹു അൻഹു ഈ പരീക്ഷണത്തിൽ അതാ പൊട്ടി അങ്ങ് കരഞ്ഞു. വൈഹക ഇലൈക അന്നി, നാശം നിനക്ക്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അതാ റളിയല്ലാഹു അൻഹു കരഞ്ഞ് വളരെ ഉറക്കെ കരയാൻ തുടങ്ങി. ഈ സ്ത്രീ അത് കണ്ടപ്പോൾ മഹാനവറുകൾക്കുള്ള ആ വിഷമവും ബേജാറും ആ കരച്ചിലും വെപ്രാളവും കണ്ടപ്പോ ആ സ്ത്രീയും കരയാൻ തുടങ്ങി. ഒരു ഭാഗത്ത് അതാ റളിയല്ലാഹു അൻഹു കരയുന്നു, ഒരു ഭാഗത്ത് ഈ സ്ത്രീയും കരയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടി വന്ന കൂടെയുള്ള സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരും അവിടത്തേക്ക് ഇങ്ങോട്ട് കയറി വന്നു. അപ്പൊ അവര് നോക്കുമ്പോ അതാ റളിയല്ലാഹു അൻഹു കരയുന്നു, അപ്പുറന്ന് വേറെ ഒരു സ്ത്രീയും കരയുന്നു. ഇവർക്ക് എന്തിനാ കരയുന്നത് എന്നും അറിയില്ല, എന്താ വിഷയമൊന്നും അറിയില്ല. അങ്ങനെ ആ വന്ന ആളുകൾ ഓരോരുത്തരും വന്ന് ഇവരെ കരച്ചിൽ കണ്ടപ്പോ അവരും കരയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂട്ടക്കരച്ചിൽ തന്നെ. പോയി വന്നവരും കരഞ്ഞു, ഇവരും കരയുന്നു, എല്ലാവരും കരയുന്നു. ആരും എന്തിനാ കരയുന്നത് ചോദിക്കുന്നില്ല, കരച്ചിൽ തന്നെ. അങ്ങനെ കരച്ചിൽ കൂടി വളരെ ശബ്ദം വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ വന്ന ഗ്രാമീണയായ സ്ത്രീ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു. അന്നത്തെ രാത്രിയിൽ മഹാനവറുകളെ കൂടെയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ചു. ആരും മഹാനവറുകളോടുള്ള ബഹുമാനം കൊണ്ട് എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചില്ല.
ആരും ചോദിക്കുന്നില്ല. സഹോദരൻ യസാറും സുലൈമാനും ചോദിക്കുന്നില്ല. ആരും മഹാനവറുകളുള്ള ബഹുമാനം കൊണ്ട് കരച്ചിലിന്റെ കാരണം ചോദിച്ചില്ല. അതാ റളിയല്ലാഹുവിന്റെ അനുജനാണ് സുലൈമാൻ ഇബ്നു യസാർ. അതേ എങ്ങനെ ഞാൻ എൻ്റെ ഇക്കയോട് ചോദിക്കും? അദ്ദേഹം ചോദിച്ചില്ല. പിന്നീട് അവരവിടുന്ന് യാത്ര തുടർന്നു. ഈജിപ്തിലെത്തിയപ്പോൾ അവിടുന്ന് കാലങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈജിപ്തിലെത്തി. അവിടെ വെച്ചിട്ട് അതാ ഒരു ദിവസം മഹാനായ അതാ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി. ഉറക്ക് തെളിഞ്ഞപ്പോൾ അതാ റളിയല്ലാഹു അൻഹു അന്നും കരയുന്നു. ആ കരച്ചിൽ കണ്ടപ്പോ അനുജൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ സഹോദരാ, കരയുന്നതെന്തിനാണ്? അപ്പൊ മഹാനവറിൽ ഒന്നും കൂടി കടുപ്പത്തിൽ കരഞ്ഞു. എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ചോദിച്ചു, എന്താണ് സ്വപ്നം? ആരോടും നീ പറയണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനത് പറയാം. എന്താണ്? ഞാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ മഹാനവറുകളെ സമീപത്ത് മഹാനവറുകളെ കാണാൻ ചെന്നു. വല്ലാത്ത ഭംഗിയാണല്ലോ. ഞാൻ ആ ഭംഗി കണ്ടുകൊണ്ട് എന്നോടങ്ങ് കരഞ്ഞുപോയി. അപ്പ എന്നെ കൊള്ളയൊന്ന് നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാണ് മനുഷ്യ നീ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ ബാപ്പയും ഉമ്മയും അങ്ങേക്ക് സമർപ്പിക്കും. ഞാൻ നിങ്ങളെയും ഓർത്തുപോയി. നിങ്ങളടുക്കൽ തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി വന്ന അസീസിന്റെ അതാ ഭാര്യയില്ലേ, ആ അസീസിന്റെ ഭാര്യ സുലൈഖ, അവളെയും ഞാൻ ഓർത്തുപോയി. അതിൻ്റെ പുറമേ നിങ്ങൾക്കത് കാരണത്താലുണ്ടായ പരീക്ഷണം, നിങ്ങളതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നില്ലേ? നിങ്ങൾ വളരെ നേരെ ജീവിച്ചതുകൊണ്ട്, തെറ്റ് ചെയ്യാൻ തുനിയാത്തത് കൊണ്ട് വലിയ പരീക്ഷണം അല്ലാഹു തആല ദുനിയാവിൽ തന്നില്ലേ? അതൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങ് കരഞ്ഞുപോയി. അതിന്റെ പുറമെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ബാപ്പ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയതിന്റെ പേരിൽ യാക്കൂബ് നബിക്കും വലിയ പ്രയാസം വന്നില്ലേ? ഇതൊക്കെ കൂടി ഓർത്ത് നിങ്ങളെ ചരിത്രമോർത്തിട്ട് ഞാനങ്ങ് കരഞ്ഞുപോയി. ഞാനതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോയി. ഉടനെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, നിങ്ങളും അനുജനും കൂട്ടുകാരും കൂടി മദീനയിൽ ഹജ്ജിന് പോകുമ്പോ അബവായിൽ വെച്ചൊരു പെണ്ണ് നിങ്ങളെടുത്ത് വന്നിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തേ അത്ഭുതപ്പെടാതിരുന്നത്? അങ്ങനെ അതാ അങ്ങനെ പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വിഷയം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അതാ ഉറക്ക് തെളിയുന്ന സമയത്ത് എന്റെ ആ ചരിത്രം ഓർമ്മിച്ചിട്ട് ഞാൻ വീണ്ടും കരഞ്ഞു. അപ്പൊ സഹോദരനായ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തായിരുന്നു പെണ്ണിന്റെ കഥ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അന്നും എല്ലാവരും കൂടി കരഞ്ഞു എന്നല്ല, ഇമാം ജമാഅത്തായിട്ട് കരഞ്ഞതല്ലേ, കരഞ്ഞ സംഭവം മനസ്സിലായിട്ടില്ലല്ലോ, എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോ അതാ റളിയല്ലാഹു അൻഹു സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തു. ഓ സഹോദരന്മാരെ, അതാ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ അനുജനീ സംഭവം ആരോടും പറഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷമാണ് ഈ സംഭവം പറഞ്ഞതെന്ന് ചരിത്രം പറയുന്നു. മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത് സൽക്കർമ്മം ചെയ്തവർക്കും ചിലപ്പോ നല്ല പരീക്ഷണം വരും. യൂസുഫ് നബി അലൈഹിസ്സലാം സൽക്കർമ്മം ചെയ്തു, ദുഷ്കർമ്മത്തിന് കൂട്ടുനിന്നില്ല, പക്ഷേ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരാൾക്കൊരു പരീക്ഷണം വരുമ്പോ അയാൾ മോശക്കാരനായതുകൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയും നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ പരീക്ഷണം അവൻ കൊടുക്കുന്നത് നമുക്കറിയില്ല. അവൻ എന്തു തന്നാലും തൃപ്തിപ്പെടുന്ന മനസ്സ് വേണം. അല്ലാഹുവേ, നീ അൽ അസീസുൽ ഗഫൂർ, നീ
നീ ധാരാളം പുറത്തു കൊടുക്കുന്നവനുമാണെന്നല്ലേ ശേഷം പറഞ്ഞത്. ഞങ്ങളെല്ലാം നിന്റെ മഗ്ഫിറത്ത് ആവശ്യമുള്ളവരാണ്. ഞങ്ങളുടെ കൂടെ ഇന്നലെ വഅദ് കേൾക്കാൻ വന്ന് ഇന്ന് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഇബ്രാഹിക്കടക്കം മരിച്ചുപോയവരെല്ലാം ഞങ്ങളെ ഉമ്മ ബാപ്പമാരും ഉസ്താദുമാരും പഴയ കാലത്ത് ഞങ്ങളിവിടെ 15 കൊല്ലത്തോളമായി ഈ വഅദ് പറയുന്നു. ഈ വഅദിന്റെ സദസ്സിൽ പങ്കെടുത്ത പലരും മരിച്ചു പോയിട്ടുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ലെങ്കിലും കയ്യും പിടിച്ചു വന്ന മൂസഹാജിയടക്കം, അല്ലാഹുവേ ഈ അടുത്ത് മരണപ്പെട്ട അന്തർമാഷടക്കം, അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലുള്ള മമ്മുഹാജിയടക്കം, ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത കടോളി കുഞ്ഞബ്ദുള്ള ഹാജിയടക്കം, അല്ലാഹുവേ ഈ പാവപ്പെട്ട ഞാൻ ഓല ഷെഡ് കെട്ടി സിറാജുൽ ഹുദ തുടങ്ങിയപ്പോൾ ആദ്യമായി എനിക്ക് ജനറേറ്റർ വാങ്ങിത്തന്ന, നേരത്തെ പറഞ്ഞ ആ കല്ലാച്ചി പള്ളിക്ക് സ്ഥലം ചെറിയ വിലക്കാണെങ്കിലും തന്ന MT സൂഫി ഹാജി അടക്കം അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം മരിച്ചുപോയ ഒരുപാട് ആളുകൾ എണ്ണിയാൽ തീരൂല. ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങളെ കുടുംബങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, നേതാക്കളുണ്ട്, ഞങ്ങളെ പ്രവർത്തകരുണ്ട്, സഹകാരികളുണ്ട്. അല്ലാഹുവേ അറബികളും അനറബികളുമുണ്ട്. മരിച്ചുപോയ എല്ലാവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ സദസ്സുകൾ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ എന്നെ മരിച്ചതാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീൻ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പരവത്തി ഇബ്രാഹിം, ഇളമണ്ണിൽ മൊയ്തു, പള്ളിയത്ത്, ചെറിയ പറമ്പത്ത്, അബ്ദുള്ള ഹാജി, വാണിമേൽ, ഇങ്ങനെ ഈ അടുത്ത് മരിച്ചവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ മുമ്പ് മരിച്ചു പോയവരുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരും ഒരു നാരിയത്ത് സലാത്ത് ചൊല്ലണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു തആല എളുപ്പമാക്കി തരേണ്ടതുണ്ട്. അത് ഞാൻ ഇന്നലെ എന്നോട് മറന്നു പോകുന്നതിന് എൻ്റെ സ്നേഹിതനോട് എഴുതിത്തരാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എഴുതി തന്നതാണ്. ഒരു നാരിയത്ത് സലാത്ത് എല്ലാവരും ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ളാ ബിഹിൽ ഹവായിജു وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم لك الحمد يا الله يا الله يا معبود. ونصلي ونسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. نسألك بأسمائك الحسنى وبذاتك الأسنى وبالاسم الأعظم يا ربنا وبحرمة حبيبك سيدنا محمد صلى الله عليه وسلم وبحرمة جميع الأنبياء والأولياء والصالحين وبحرمة قرآنك الكريم وبحق الفاتحة المعظمة وبسورة تبارك الذي بيده الملك نرفع أكفنا إليك راغبين إليك راجين في رحمتك يا الله يا الله يا الله يا مجيب الدعوات
അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളിൽ ആരുടെ മനസ്സിൽ ഏത് നല്ല കാര്യം ഉദ്ദേശിച്ചുവോ, ഏത് മുറാദ് ഞങ്ങളുടെ മനസ്സിലുണ്ടോ, അത് നീ എളുപ്പമാക്കി ഖൈറായ നിലയ്ക്ക് വിജയിപ്പിച്ചു തരണം റഹ്മാനേ. ഏത് രോഗങ്ങൾ, മുസീബത്തുകൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, ഏത് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കുണ്ടോ, നീ നീക്കം ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഗർഭിണികളായ പെൺകുട്ടികൾ പലരും, അല്ലാഹുവേ, അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. അവരുദ്ദേശിക്കുന്നത് പോലുള്ള സന്തോഷമുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭം നഷ്ടപ്പെട്ടു പോയി വേദനിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ മക്കളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. നീ അവരെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ ആഖിർ സമാനിലെ തമ്മാടികളോ തോന്നിവാസികളോ വിവരം കെട്ടവരോ ആക്കാതെ അവരെയും ഞങ്ങളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സർവ്വ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാഹ്. കടമുള്ളവർക്ക് അത് വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹം ഉദ്ദേശിക്കുന്ന എല്ലാ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്ത് അധ്വാനിക്കുന്നവരുണ്ട്, നാട്ടിൽ അധ്വാനിക്കുന്നവരുണ്ട്, വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എല്ലാ ബിസിനസ്സുകളിലും തൊഴിലുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രശ്നങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാഹ്. പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടവർ, വാങ്ങി കിട്ടേണ്ടവർ നീ എളുപ്പമാക്കണേ അല്ലാഹ്. പല പരീക്ഷകളും നേരിടുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാതെ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് മനക്കരുത്തില്ല, ക്ഷമിക്കാനുള്ള കഴിവില്ല. ദുർബലന്മാരായ ഞങ്ങളെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാതെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ, ഞങ്ങളെ പോറ്റി വളർത്തി ദർസിലും മദ്രസയിലും അയച്ച ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ അധ്വാനിച്ചുണ്ടാക്കിയ സംഖ്യകൾ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ദീനീ പ്രവർത്തന രംഗത്ത് ഞങ്ങൾക്ക് കരുത്ത് പകരുന്നവർ ആരുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിനെ അകമഴിഞ്ഞാര് സഹായിക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ കല്ലാച്ചിപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി സംഖ്യ ചോദിച്ചപ്പോ 50,000 ചെക്ക് തന്നവരുണ്ട്, 25,000 ചെക്ക് തന്നവരുണ്ട്, അതുപോലെ സംഖ്യകൾ ക്യാഷ് തന്നവരുണ്ട്. ഇനി തരാൻ ഉദ്ദേശിക്കുന്നവരും ഉണ്ടാകാം. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ വീട് തരണേ അല്ലാഹ്. നിന്റെ വീട്ടിനും നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്കും അധ്വാനിക്കാൻ ഞങ്ങൾക്ക് നീ ആരോഗ്യവും ദീർഘായുസ്സും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എവിടെയെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നിയമപരമായോ അല്ലാതെയോ ശരിയാകേണ്ടതുണ്ടോ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പലരും വാഗ്ദത്വം ചെയ്തത് പലതും കിട്ടാനുണ്ട്, അത് തരാൻ അവർക്ക് നീ മനസ്സും കഴിവും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല നല്ല പ്രവർത്തനത്തിന് തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എല്ലാം നിന്നിൽ നിന്നാണ്, നിന്റെ സഹായമാണ്, ആധിപത്യം മുഴുവനും നിനക്കാണ്. അതുറപ്പിച്ച് വിശ്വസിച്ച ഞങ്ങളെ നീ എല്ലാ രംഗത്തും വിജയിപ്പിക്കണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാനും കുടുംബത്തിലുള്ള രോഗശമനം, മരണപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ പേരിൽ അൽഹംദുലില്ലാഹ്
ഇവിടെ 10,000 ഉറുപ്പിക തന്ന ആളുണ്ട്. നീ അദ്ദേഹത്തിന്റെ എല്ലാ കുടുംബപരമായ പ്രശ്നങ്ങളും ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ ആര് സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ അവരെ എല്ലാം നീ സഹായിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. പള്ളിക്ക് വേണ്ടി 3000 ഉറുപ്പിക മകന് കല്യാണം ശരിയാകാൻ ഒരു സ്ത്രീ, അല്ലാഹുവേ നീ ആ സ്ത്രീയുടെ മകന് ഖൈറായ ബന്ധം നൽകണേ അല്ലാ. അതുപോലെ ഏതെല്ലാം യുവാക്കളുണ്ടോ യുവതികളുണ്ടോ വിവാഹം ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ഞങ്ങൾ അനുസ്മരിച്ച ഖൗസുൽ അഅ്സം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കം ഞങ്ങൾ ഇൽമു ഞങ്ങൾക്ക് എത്തിച്ചു തന്ന ഏതൊക്കെ മഹാന്മാരുണ്ടോ നീ ബഹുമാനിച്ചവർ, അവരോട് കൂടെ ഞങ്ങളെ ഉസ്താദുമാരോട് കൂടെ ഞങ്ങളെ നാടുകളിൽ കഴിഞ്ഞു പോയ മുൻകാലത്ത് കഴിഞ്ഞ ആലിമീങ്ങളോട് കൂടെ സാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, കയറി വരുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതന് സുഖമില്ലെന്നൊരാൾ അറിയിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ രോഗവും അതുപോലെ രോഗമുള്ള മുഴുവൻ ആളുകളെ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. എനിക്ക് ഗർഭപാത്രത്തിൽ